അത് തത്വം അസി, അത് നീയാകുന്നു. അതെങ്ങനെ ഞാനാകുന്നത്? ഞാൻ സ്ത്രീയാണല്ലോ, പിന്നെ അങ്ങനെ പകുതിയാണ് പകുതി പെണ്ണുമാകുന്നത്? അപ്പൊ ആൺകുട്ടി പറയുക, അയ്യോ അത് പുരുഷനല്ലേ, ഞാൻ പുരുഷനാണ്, അത് പകുതിയാണ് പെണ്ണുമല്ലേ. എടാ മണ്ട, നീ പഠിച്ച വിദ്യാഭ്യാസമാണോ ഇത്? നീ തന്നെ പഠിച്ചിട്ടില്ലേ? 23 ക്രോമസോം അച്ഛനും 23 ക്രോമസോം അമ്മയോടും ചേർത്താണ് നിന്നെ സൃഷ്ടിച്ചതെന്ന്. പകുതി അച്ഛനാണ് പകുതി അമ്മയാണ്. ഈ അർദ്ധനാരീശ്വരി വിഗ്രഹം കണ്ട് നിനക്കിത് പഠിക്കാൻ നേരെ. നമ്മുടെ അമ്മയൊന്നും ബയോളജി ക്ലാസ്സിൽ പോയിട്ടില്ലല്ലോ, അത് കാരണം ക്രോമസോമിന്റെ കണക്കൊന്നും അവർക്കറിയില്ല. അവര് കണ്ടതെന്താ? ആചാര്യന്മാർ നമുക്ക് വരച്ച് കാട്ടിത്തന്ന അർദ്ധനാരീശ്വര വിഗ്രഹത്തെ കണ്ടപ്പോൾ തിരിച്ചറിയണം തത്വം. എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ പ്രിയങ്കരായ ആത്മസഹോദരങ്ങളെ, സജ്ജനങ്ങളെ, ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ പരിപാടികൾ നടത്തുന്നതോടൊപ്പം പ്രഭാഷണവും നടത്താറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രഭാഷണം എന്നൊക്കെ പറയുമ്പോൾ അത്ര ദഹിക്കുന്ന ഒന്നായിരിക്കില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മളുടെ അനുഭൂതികളെയൊക്കെ ഉത്തേജിപ്പിച്ച് കാണുവാനും കേൾക്കുവാനും മടക്കുവാനും രുചിക്കുവാനും സ്പർശിക്കുവാനുമുള്ള ഇന്ദ്രിയാനുഭൂതികളെ അതിന്റെ മാക്സിമം പരമോന്നതയിൽ എത്തിച്ച് ആറാടുക എന്ന ഒരു ലക്ഷ്യമാണ് ഉത്സവത്തിൽ പലരും കാണുന്നത്. ഉത്സവത്തിൽ ധാരാളം ആൾക്കൂട്ടം ഉണ്ടാകും. ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ പതഞ്ഞു പൊന്തുന്നതാണ്. അവിടെ എന്താണ് പതഞ്ഞു പൊന്തുന്നതെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും അവിടെ ആവശ്യാനുസരണം വരുന്നത്. ചിലരും ഭക്തി മാർഗത്തിലൂടെയാണ് വരുന്നത്. ഭക്തി മാർഗത്തിൽ വരുന്നവര് ഭഗവാനെ നമിച്ച് ഭഗവാനിൽ നിന്ന് അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ഭക്തരുണ്ട്. രണ്ടാമതൊരു വിഭാഗമുള്ളത് ഉത്സവത്തിന് വരുമ്പോൾ, കാരണം അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, പ്രായമുള്ള മുത്തച്ഛന്മാരുണ്ട്, മുത്തച്ഛിമാരുണ്ട്, നല്ല യുവത്വത്തിന്റെ നാളുകളിൽ നിൽക്കുന്ന നല്ല യുവതി യുവാക്കളുണ്ട്, കൗമാരത്തിന്റെ മോഹനിയാസം നിൽക്കുന്ന കുമാരി കുമാരന്മാരുണ്ട്, അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികളുണ്ട്. തുടങ്ങിയവരെല്ലാവരും ഉത്സവത്തിന് എത്തിച്ചേരും. പക്ഷെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരിക്കില്ല. ഉത്സവത്തിന് നാം ഒരു വിഭാഗം ഭക്തിക്ക് വരുമ്പോൾ, ഒരു വിഭാഗം വരുന്ന ആഘോഷങ്ങൾ കാണുവാൻ വേണ്ടിയാണ്. ആനയും അമ്പാരിയും തുള്ളലും എന്ന് വേണ്ട പലതരത്തിലുള്ള പരിപാടികൾ കാണും. അങ്ങനെ നയന മനോഹരമായ കാഴ്ചകൾ കാണുവാൻ എത്തിച്ചേരുന്ന ഒരു വിഭാഗം ഉത്സവത്തിനുണ്ട്. മറ്റൊരു ആനന്ദകരമായ വാദ്യമേളങ്ങളുടെ ലഹരിയിൽ താളം കൊട്ടുവാനും തുള്ളുവാനും വരുന്ന അത്തരത്തിലൊരു വിഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ ഇത്ര നാള് കൂടിയിരുന്ന ഒന്ന് കാണാൻ പറ്റുന്നതല്ലേ? ആ യുവതി യുവാക്കളൊക്കെ എന്ന് വന്നില്ലേ ചേച്ചിയെ, എന്ന് വന്നു ചേട്ടാ, എന്ന് വന്ന് കൂട്ടുകാരായെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത്തരത്തിൽ പരസ്പരം കാണുവാനും രസിക്കുവാനും വരുന്നവരുണ്ട്. ഘോഷയാത്രകളും അതോടൊപ്പം തന്നെ താലപ്പൊലി ഘോഷയാത്രയും ഒക്കെ ഉണ്ടെങ്കിൽ നയന മനോഹരമായ കാഴ്ച കാണുവാനെത്തുന്ന കുമാരന്മാരും ഉത്സവത്തിനുണ്ട്. പക്ഷെ കൊച്ചു കുട്ടികൾ കാണും. അവരുടെ ലക്ഷ്യം ഇവിടേക്കൊന്നും ആയിരിക്കില്ല. സിന്ധിക്കടകൾ കാണും, ഇല്ലേ? ബലൂണും അങ്ങനെയുള്ള പല പല സാധനങ്ങളൊക്കെ കാണും. കൊച്ചു കുട്ടികൾ ആകർഷകരാകുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകളിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഉത്സവം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും കണ്ടെത്തുന്ന മനസ്സിന്റെ ആനന്ദത്തെ ആ ഒരു ലഹരിയുടെ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യമുണ്ടാകും. പക്ഷെ ക്ഷേത്രത്തിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ വ്യത്യസ്തമായ മനോവികാരങ്ങളിൽ ഭ്രമിച്ചിരിക്കുന്ന മനുഷ്യനെ ആ അവസ്ഥകളിലൊക്കെ ഏകാഗ്രമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം ക്ഷേത്രത്തിനുണ്ട്. കാരണം ക്ഷേത്രം എന്ന വാക്ക് തന്നെ ക്ഷയാത്രയിലെ ക്ഷേത്ര എന്നാണ്. ക്ഷയത്തെ ഇല്ലാതാക്കുന്നതാണ് ക്ഷേത്രം. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ക്ഷയം? ഒരു മനുഷ്യൻ ഇന്ദ്രിയാനുഭൂതികൾക്ക് വശംവദനായിരിക്കുകയാണ്. ലൗകികമായ ഭൗതികമായ സുഖാനുഭൂതികളിൽ ഭ്രമിച്ചിരിക്കുകയാണ്. കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതുമായ കാമക്രോധമോഹമതമാത്സര്യഭാവികൾ ഒരു മനുഷ്യനെ മാനസികമായ ചിന്താഗതികൾക്ക് അടിമപ്പെടുത്തുന്നു. അതാണ് അവന്റെ സുഖമെന്നും അതാണ് അവന്റെ ദുഃഖമെന്നും അവൻ കാണുന്നു. ഇങ്ങനെയുള്ള മാനസിക വിഷാദമായ അവസ്ഥകളിൽ
മനസ്സിന് ശാന്തി നഷ്ടപ്പെടുന്നു. അശാന്തി എന്തൊക്കെയാണ് നമ്മുടെ ചിന്ത? ആ അശാന്തിയെ മാറ്റാൻ ക്ഷേത്രത്തിൽ വരുന്ന നമ്മൾ ചെയ്യുന്നത്, ക്ഷേത്രം ആവലാതി പറയുന്ന ഒരിടമായി നമ്മൾ അങ്ങ് മാറ്റും, ഇല്ലേ? എന്റെ കാലിന്റെ വേദന മാറ്റണം, എന്റെ മുണ്ടിന്റെ വേദന മാറ്റണം, എന്റെ മകളുടെ കല്യാണം നടക്കണം, എന്റെ ബാങ്കിലെ ബാധ്യത തീരണം, ലോട്ടറി അടിക്കണം, വിളകൾ നന്നായി ഇരിക്കണം എന്ന് വേണ്ട. ഒരു മനുഷ്യന് എന്തൊക്കെയാണോ ദുഃഖാവസ്ഥകളുള്ളത്, ആ ദുഃഖാവസ്ഥകളുടെ പൊതി കഴിച്ചുകൊണ്ട് നിരത്തുവാനുള്ള ഒരു വേദിയായി, അവസരമായി ക്ഷേത്ര ദർശനത്തെ കാണുന്നവരുമുണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇത് ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമ്മൾ ഓരോ ക്ഷേത്രത്തിലും ചെല്ലുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ആദ്യം നാം പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഇത് പറയുമ്പോൾ മതവികാരങ്ങളെ വ്രണപ്പെടുത്താനൊന്നുമല്ല പറയുന്നത് കേട്ടോ, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് മറുപടിയില്ല പറയാൻ. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇതിലിരിക്കുന്ന കുറച്ചു പേർ കുട്ടികളുടെ കലാപരിപാടികൾ കാണാൻ എത്തിച്ചേർന്നവരുമുണ്ട്. 8:45 ഇവിടെ കലാപരിപാടി വെച്ചിട്ടുണ്ട്. ചിലർ ചിന്തിക്കുന്നത് ഇങ്ങേരിനി എപ്പോഴാണ് നിർത്തുന്നത്, ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരുക്കി ഇരുത്തിരിക്കുക, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാവും. പക്ഷെ ഓർക്കണം, ഒരു ക്ഷേത്രത്തിൽ പോയാൽ എന്ത് പ്രസാദമാണ് നമുക്ക് ലഭിക്കുന്നത്? ഞാൻ ചോദിച്ചു, ഭക്ഷണം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. സ്വാമിക്കഞ്ഞി എന്തായാലും കാണുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ കുറച്ച് കഴിഞ്ഞ് വരുന്നവര് കാണും. കാരണം സപ്താഹം നടക്കുമ്പോഴും സത്രം നടക്കുമ്പോഴും ഒക്കെ കുറെ ആളുകളുടെ ലക്ഷ്യം, ഉദ്ദേശം എന്ന് പറയുന്നത് ഭഗവത് പ്രസാദം എന്ന് പറയുന്നത് ആ സമയത്ത് പാത്രവുമായിട്ട് ചെല്ലുക, അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുക. ഈ കഞ്ഞി ഉദരത്തിൽ ചെല്ലുമ്പോൾ ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകി എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ക്ഷേത്രം എന്താണ്? ക്ഷേത്രത്തിൽ പോകേണ്ടത് എന്തിനാണ്? ക്ഷേത്രത്തിൽ ആരാണ് ഇരിക്കുന്നത്? ഭക്തി ഏത് തരത്തിലാണ്? ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കണം ആദ്യം, അല്ലേ? നമ്മളിത് അംഗീകരിച്ചു കൊടുക്കത്തില്ല. ഞാൻ ആരാണ്? ഞാൻ ഹിന്ദുവാണെന്ന് ഉറക്കെ പറയുമ്പോൾ ചോദിക്കും, എന്നാ ഹിന്ദു മതം സ്വീകരിച്ചത്? ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, വർഗീയ ചിന്താഗതികൾക്ക് വേണ്ടി അല്ല കേട്ടോ, അറിയാൻ വേണ്ടിയാണ്. ക്ഷേത്രത്തിൽ വരുമ്പോൾ മനസ്സിന് ശാന്തി ലഭ്യമാകണമെങ്കിൽ ആദ്യം മനസ്സ് എവിടെയാണെന്ന് അറിയണം. മനസ്സെവിടിരിക്കുന്ന എവിടെയാണ്? ക്ഷേത്രത്തിൽ വന്നപ്പോൾ അവിടെ നമ്മളുടെ തന്ത്രികൾ തന്നത്, ശാന്തി തന്നത് അല്പം ഭസ്മമാണെന്നേ. ഇത് എവിടത്തേക്കും? നെറ്റി തേക്ക്, ഇല്ലേ? അതെ, തന്നത് ഇച്ചിരി കൽക്കണ്ടം മുന്തിരികയാണെങ്കിൽ ഇത് നെറ്റി തേക്കത്തില്ലല്ലോ. പായസമാണെ നെറ്റി തേക്കത്തില്ലല്ലോ. അത് എവിടത്തേക്കും? നാക്കത്തേക്കും, ഇല്ലേ? അപ്പോ നമ്മെ സംബന്ധിച്ച് ഓരോരോ സാധനങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് ലഭിക്കുമ്പോൾ ഇത് പ്രസാദമാണെന്ന് ചിന്തിക്കുമ്പോൾ ഇത് എന്തിനുള്ളതാണെന്ന് നമുക്കറിയില്ല. ഒരു മനുഷ്യന്റെ അനുഭൂതികളെ അടക്കി ഇന്ദ്രിയ വിജയം നേടണം. കാമക്രോധങ്ങളുടെ അവസ്ഥകളിൽ നിന്ന് അവന്റെ മനസ്സിനെ മോചിപ്പിക്കണം. അപ്പോൾ ആദ്യം അറിയേണ്ടത് മനസ്സ് എവിടെയാണെന്നാ. ക്ഷേത്രത്തിൽ വരുന്നത് മനഃശാന്തിക്ക് വേണ്ടിയാണ്, അല്ലേ? മനസ്സെന്ന് പറയുന്ന ഒരു സാധനം തപ്പി നടന്നാൽ കാണത്തില്ല കേട്ടോ. ഞാൻ സൈക്കോളജിസ്റ്റാണ്. മനഃശാസ്ത്രം പഠിക്കാൻ നടന്ന മനസ്സിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് ശരീരത്തിൽ മനസ്സെന്ന് പറയുന്ന ഒരു അവയവം ഇല്ല. ഒരു ഡോക്ടർമാരൊക്കെ കാണുമല്ലോ, മനസ്സെന്ന് പറയുന്ന ഒരു അവയവം ശരീരത്തില്ല. അപ്പൊ ചോദിക്കും, പിന്നെ മനസ്സെവിടാ? നമ്മളെല്ലാം കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ മാനസിക വിഭ്രാന്തിയുള്ളവരാണ്, മാനസിക പ്രശ്നമുള്ളവരാണ്. മൈൻഡ് ഡിപ്രഷൻ മാറാൻ മെഡിറ്റേഷൻ ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ പറയുന്നവരാണ്. നമ്മൾ പറയുന്നു, മനഃശാന്തി കിട്ടാൻ പ്രാർത്ഥിച്ചാൽ മതി. പ്രകർഷേണയുടെ അർത്ഥനയാണ് പ്രാർത്ഥന. പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥന എന്താണെന്ന് അറിയില്ല. നമ്മളെ സംബന്ധിച്ച് ഓടി ഒരു അമ്പലത്തിന്റെ വാതിക്കലോട്ട് വന്ന് കൈ കോപ്പി തിന്നിട്ട് ഓം ശാന്തി 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 എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അപരാധി പറഞ്ഞാൽ പ്രാർത്ഥനയാകുമെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. ഞാൻ അമ്പലത്തിൽ പോയല്ലോ, എന്നിട്ടും എനിക്ക് നല്ലത് വരുന്നില്ലല്ലോ. അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞ് നല്ലത് വരില്ല. പോകേണ്ടത് എന്തിനാണെന്ന് അറിഞ്ഞിട്ട് പോകണമെന്നേ. ഇന്ന് ഈ സത്രത്തിൽ പങ്കെടുക്കുമ്പോഴും ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോഴും
അറിഞ്ഞു തുടങ്ങാൻ വേണ്ടിയാണ് ഈ പറയുന്നത് കേട്ടോ. ഞാൻ എത്ര നാളായി ഞാൻ ആ ക്ഷേത്രത്തിൽ പോകുന്നു, ഒരു ഗുണം അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പൊ ഒരാൾ പറയും കുറച്ചുകൂടെ അപ്പുറത്തോട്ട് മാറി വേറൊരു ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടോടും. ഇവിടുത്തെ പോരായ്മ അങ്ങോട്ടോടും. ഇങ്ങനെ മാറി മാറി ചിന്തിച്ച മനസ്സിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുക. എന്നിട്ടോ ഹിന്ദുമത വിശ്വാസത്തെ കുറ്റം പറയില്ല. അരുത്. ആ മതവിശ്വാസം എന്താണെന്ന് ആദ്യം തിരിച്ചറിയണം. ഹിന്ദുത്വം എന്താണെന്ന് തിരിച്ചറിയണം. ഓരോ ക്ഷേത്രത്തിലേക്കും കടന്നു ചെല്ലുമ്പോൾ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഓരോരോ വിഗ്രഹങ്ങളാണെന്ന് തിരിച്ചറിയണം. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം ധർമ്മശാസ്താവിന്റേതാണ്. കണ്ണുടച്ച് പ്രാർത്ഥിക്കുന്ന നമുക്ക് ധർമ്മശാസ്താവിരുന്നാലും ശിവനിരുന്നാലും സുബ്രഹ്മണ്യനിരുന്നാലും ശ്രീനാരായണ ഇരുന്നാലും എല്ലാം ഒരുപോലെ. കാരണം അമ്പലത്തിന്റെ വാതിക്കലിട്ട് പോവാ, കണ്ണടയ്ക്കുക, പ്രാർത്ഥിക്കുക. കണ്ണ് തുറന്ന് പ്രാർത്ഥിച്ചാലല്ലേ ഇരിക്കുന്നതിന്റെ വ്യത്യാസം അറിയൂ. നോക്കിയ ഈ ഇരിക്കുന്നതൊക്കെ സ്ത്രീകളാണെന്നേ, പക്ഷേ ആ രൂപത്തിൽ ഓരോരോ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അത് ഇന്നയാളുടെ ഭാര്യയാണ്, അത് ഇന്നയാളുടെ മകളാണ്, അത് ഇന്നയാളുടെ അമ്മയാണ്. ഇങ്ങനെയുള്ള തിരിച്ചറിവുണ്ടാവണം. അറിവാകുന്നു മനസ്സ്, ആത്മജ്ഞാനമാകുന്നു മനസ്സ്. അറിവിന്റെ വിഭ്രാന്തിയാണ് മനസ്സിന്റെ വിഭ്രാന്തി എന്ന് പറയുന്നത്. പോകുന്ന വഴി അല്പം ഇരുട്ട്, ഒരു കറുത്ത ഒരു സാധനം കിടക്കുന്നു, അയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോ ഓടിയേക്കാം. കാരണം എന്താ? പാമ്പാണെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഒരാൾ ടോർച്ചടിച്ചു, അയ്യോ ഇത് പാമ്പല്ല കേട്ടോ. എപ്പോഴാണ് പാമ്പല്ല എന്ന് തിരിച്ചറിഞ്ഞ് ടെൻഷൻ മാറിയത്? തിരിച്ചറിഞ്ഞപ്പോഴാണ്, ഇല്ലേ? അപ്പൊ മനസ്സിന് ശാന്തി ഉണ്ടാകാൻ ഇപ്പൊ എന്താണ് മാർഗം? വെളിച്ചം കൊണ്ട് തിരിച്ചറിഞ്ഞു. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് അറിവാകുന്ന വെളിച്ചത്തെ പ്രദാനം ചെയ്യണം. അങ്ങനെ അജ്ഞാനാന്ധകാരത്തിൽ നിന്നും അറിവാകുന്ന വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്ന ഇടമാണ് എന്ത്? ക്ഷേത്രം. അത് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിൽ വരുമ്പോഴോ ഇവിടെ ഇരിക്കുന്നത് ധർമ്മശാസ്താവിന്റെ വിഗ്രഹമാണ്. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത് വിഗ്രഹമാണ്. കണ്ണടച്ച് തൊഴുന്നവർക്ക് ധർമ്മശാസ്താവിനെ അറിയത്തില്ല, കൃഷ്ണനെ അറിയത്തില്ല, രാമനെ അറിയത്തില്ല, ശിവനെ അറിയില്ല. ധർമ്മശാസ്താവിനെ അറിയണമെങ്കിൽ ആ ധർമ്മശാസ്താവിന്റെ ചരിത്രം ഒന്ന് അറിയണ്ടേ? ശ്രീകൃഷ്ണനെ അറിയണമെങ്കിൽ ശ്രീകൃഷ്ണന്റെ ചരിത്രം ഒന്ന് അറിയണ്ടേ? ഭാഗവത സപ്താഹം നടക്കുന്ന രീതിയിൽ ചെല്ലുമ്പോ ശ്രീകൃഷ്ണനെ കുറിച്ച് അറിയണമെങ്കിൽ 12 സ്കന്ധങ്ങളുള്ള 18ാമത്തെ പുരാണം എന്താണെന്നൊന്ന് പഠിക്കണം. ധർമ്മശാസ്താവിന്റെ അടുക്ക പോകുമ്പോ നമ്മൾ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകും. ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. എപ്പ കിട്ടും? ഇപ്പൊ കിട്ടും. ഇത് പറഞ്ഞാണ് ശബരിമലയ്ക്ക് പോകുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ? ഞാൻ 21 മല ചവിട്ടി, ഞാൻ 18 മല ചവിട്ടി, ഉദ്ദേശിച്ച പ്രയോജനം കിട്ടുന്നില്ലേ? കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയിലാണ് തെറ്റ്. അനുഗ്രഹം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ചെയ്യേണ്ടതുപോലെ ചെയ്യണം. ക്ഷേത്രത്തിൽ വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കണം. 41 ദിവസത്തെ വ്രതവും അനുഷ്ഠിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് എത്തിച്ചേരുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന പുണ്യം വൈകിട്ട് 4-8 രാവിലെ പോയി പമ്പയിൽ ഒരു കെട്ടുപിടുത്ത് പോയി തിരിച്ചു വരുന്നവർക്ക് ഈ മുക്തിയും ഫലവും കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? എന്നിട്ട് പറയുന്നത് ഞാൻ ശബരിമലയ്ക്ക് പോയെന്നാ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വ്രതാനുഷ്ഠാനങ്ങളുടെ പുണ്യത്തെ തിരിച്ചറിയുമ്പോഴാണ് ആ പവിത്രത അറിയുന്നത്. 41 ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് തിരിച്ചറിയണം. 12 ദിവസം കുറിച്ചു തൊഴാൻ പറഞ്ഞാൽ എന്താണ് 12 ദിവസത്തിന്റെ പ്രത്യേകത എന്നറിയണം. 7 ദിവസം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണം. ഇതൊന്നും നമുക്കറിയില്ല, ഇതൊന്നും അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന കാണും, അതനുസരിച്ച് പോയിക്കൊണ്ടേയിരിക്കും. ഒരു കുഞ്ഞുമായി ഒരമ്മ ഗംഗോത്രിയിലേക്ക് ഒരു യാത്ര പോയി. ഗംഗാജലം വഹിച്ചുകൊണ്ട് ഗംഗോത്രിയിലേക്കുള്ള യാത്ര വളരെ ഇടുങ്ങിയ ഒരു വരിയിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഒരു അല്പം മണ്ണ് പോലുമില്ല, സൈഡിലേക്കൊന്നും മാറി നിൽക്കാൻ സ്ഥലമില്ല. ഇടുങ്ങിയ വഴിയിലൂടെ ആളുകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പോയിക്കൊണ്ടിരിക്കുക. ഈ അമ്മയുടെ കയ്യിലുള്ളത് തന്റെ കുഞ്ഞും ഒരു ഭാര്യയും അവിടെ അർപ്പിക്കാനുള്ള പുഷ്പവും കയ്യിൽ ഗംഗയിൽ നിന്നെടുത്ത ജലവും മാത്രം. ഈ യാത്ര ഇങ്ങനെ ക്യൂവായിട്ട് പോകുമ്പോൾ കുഞ്ഞ് കലശലായ കരച്ചിൽ കണ്ടപ്പോൾ
അമ്മ ആദ്യം കുഞ്ഞിനെ ഒന്ന് അടക്കി പിടിക്കാൻ നോക്കി, മാറിയിരിക്കാൻ സ്ഥലങ്ങളിൽ യൂണിക്കുകയല്ലേ, ഒരു വിഷയമില്ല. അമ്മയ്ക്ക് മനസ്സിലായി കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന്. കാരണം കുഞ്ഞിന് അപ്പിയിടണം. എന്താ ചെയ്യുക, ഒരു രക്ഷയില്ല. ലാസ്റ്റ് സഹി കെട്ട് അമ്മ എന്ത് ചെയ്തു, കുഞ്ഞിനെ താഴേക്ക് ഇരുത്തി. കുഞ്ഞിനെ താഴേക്ക് ഇരുത്തപ്പോൾ അവസ്ഥ എന്താ, പുറയിലേക്ക് ക്യൂ വന്നോണ്ടിരിക്കുക. കുഞ്ഞിനെ അവിടെ നിർത്തി, കുഞ്ഞവിടെ അപ്പിയിട്ടു. നിങ്ങൾ നോക്കി, ഇത് പുറകെ വരുന്നവര് ചവിട്ടത്തില്ലേ? എന്ത് ചെയ്യാനാ, ഒരു നുള്ള മണ്ണ് പോലെ ഇല്ലെന്ന് വാരിയിടാൻ എന്ത് ചെയ്യാനാ? പെട്ടെന്ന് അമ്മയ്ക്കൊരു ബുദ്ധി തോന്നി. ആകെയുള്ളത് ബാഗിലിരുന്ന പുഷ്പമാണ്. അമ്മ എന്ത് ചെയ്തെന്നറിയാമോ? ആരും ചവിട്ടാതിരിക്കാൻ വേണ്ടി ഈ ബാഗിൽ നിന്ന് ഒരു പിടി പുഷ്പം വാരി അത് മൂടിയിട്ടിട്ട് അമ്മയങ്ങ് പോയി. അപ്പൊ വന്നവരൊന്നും ചവിട്ടത്തില്ലല്ലോ. അതിശയമെന്ന് പറയട്ടെ, തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ച ഈ വഴിയിൽ പൂവിന്റെ ഒരു കൂമ്പാരമാണ്. വരുന്നവരൊക്കെ ബാഗിൽ നിന്ന് ഒരു പിടി പുഷ്പം വാരി ഇവിടെ ഇട്ടോണ്ടിരിക്കുക. ഇങ്ങനെ ആവരുത് ഭക്തി. സ്നേഹമുള്ളവരെ, ഞാൻ പറയുന്നത് ഭക്തി അറിഞ്ഞുകൊണ്ട് ചെയ്യണം. ഇവിടെ ഒരു മഹാസത്രം നടക്കുന്നുവെങ്കിൽ അവിടെ ആചാര്യന്മാർ ആ മഹഗ്രന്ഥത്തെ, ആ അറിവാകുന്ന ചരിക്കാത്ത അറിവിനെ നമുക്ക് വേണ്ടി ജ്ഞാനാമൃതത്തെ പകർന്നു നൽകുമ്പോൾ ആ അമൃതത്തെയാണ് നാം സ്വീകരിക്കേണ്ടത്. അറിവ് കൊണ്ട് മാത്രമേ നമുക്ക് എന്തുണ്ടാവൂ, മനസ്സിന് ശാന്തി ഉണ്ടാവൂ. അങ്ങനെയെങ്കിൽ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഞാൻ സൂചിപ്പിച്ചത് എന്താണ് ആ വിഗ്രഹം? ആ വിഗ്രഹത്തെ വിശേഷേണ ഗ്രാഹേതി ഇതി വിഗ്രഹ, വിശേഷേണ ഗ്രഹിക്കുവാനുള്ളതാണ് വിഗ്രഹങ്ങൾ. അപ്പോൾ ക്ഷേത്രത്തിൽ വന്നാൽ എന്താണ് കിട്ടേണ്ടത്? വിശേഷണമുള്ള അറിവാണ് ലഭ്യമാകേണ്ടത്. ഉത്സവം വിശേഷമായി ഇവിടെ നടക്കുന്ന ഉത്സവത്തിന് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് വളരെ വിശേഷണമുള്ള, മനസ്സിലെ ദുരവസ്ഥകളെയൊക്കെ മാറ്റുന്ന സുന്ദരമായ, അർത്ഥമുള്ള, വ്യാപ്തിയുള്ള, മനസ്സിന് ആനന്ദം പകരുന്ന അറിവുകളാണ് നമുക്ക് ലഭ്യമാകേണ്ടത്. സത്രത്തിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. മനസ്സിലെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസ തരത്തിലുള്ള ആ അവസ്ഥാവിശേഷത്തിൽ നിന്ന് മാറി യഥാർത്ഥ വിശ്വാസത്തിലേക്ക്, ഭക്തിയിലേക്ക് നാം വരണം. ഞാനതിൽ വീട്ടിലേക്ക് വരിക. അപ്പോൾ ഇവിടെ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിന്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. 41 ദിവസം നമ്മൾ വ്രതവും ഒക്കെ അനുഷ്ഠിച്ച് ഭഗവാനെ കാണാൻ പോകാണ് ശബരിമലയ്ക്ക്. നിങ്ങളത് ഓർക്കണം, നമ്മൾ ഒരു ദിവസം നോമ്പെടുത്ത് തുടങ്ങുന്ന ദിവസം നോമ്പാണ്. അയ്യോ എനിക്ക് നോമ്പാകട്ടോ, കഴുത്തിലൊരു മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നോമ്പാണെന്ന് പറയും. എന്തൊക്കെയാണ് നോമ്പ്? ഇറച്ചി മീനും കൂട്ടത്തില്ല. ഇതിനെയാണോ നോമ്പെന്ന് പറയുന്നത്? ഇറച്ചി മീനും മാത്രം കൂട്ടാതിരുന്നാൽ അതൊരു വ്രതമായി എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ നോമ്പ് അങ്ങനെ. ചില അമ്മമാര് വ്രതമെടുക്കും, ഭയങ്കര രസകരമായ വ്രതമാണ്. ഇന്ന് ഷഷ്ടി വ്രതമാണ് കേട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്രതമാ, അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരിക്കൽ ഊണെന്നാ പറയുന്നത്. അപ്പൊ ഒരിക്കൽ ഊണെന്ന് പറയുമ്പോ അമ്മ വിചാരിച്ചിരിക്കുന്ന അറിയാമോ? രാവിലെ ചപ്പാത്തി, വൈകിട്ട് ചപ്പാത്തി, ഉച്ചയ്ക്ക് മാത്രം ചോറ്. ഇതിനെയാണോ ഈ ഒരിക്കൽ എന്ന് പറയുന്നത്? ആകാമെന്ന് ഞാൻ ചോദിച്ചു, ഇതിനെയാണോ ഒരു മനുഷ്യൻ ഉപവസിക്കുക, വ്രതമെടുക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ വൈകിട്ട് ചപ്പാത്തി കഴിച്ച് ഉച്ചയ്ക്ക് മാത്രം ചോറുന്നതിനെ അല്ല ഒരിക്കൽ ഊണെന്ന് പറയുന്നത്. ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ഉപവസിക്കുന്നതാണ് ഒരിക്കൽ ആഹാരം. നമ്മളോ? ഇതാണ് നമുക്ക് വരുന്ന തെറ്റ്. അവരുടെ ശരീരത്തിന്റെ ദുർമേധസ്സുകളെ പുറന്തള്ളി ആത്മജ്ഞാനത്തിന്റെ പടവുകളിലേക്കുള്ള കാൽവയ്പകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ, ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ളവരെ അറിയലല്ല, ഇപ്പുറത്തുള്ളവരെ അറിയലല്ല. ബ്രഹ്മത്തെ അറിഞ്ഞുള്ള തുടക്കമാണ് ആത്മജ്ഞാനം. ബ്രഹ്മത്തെ അറിയണം. ബ്രഹ്മത്തെ അറിയണമെങ്കിൽ നാം എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കണം. ആദ്യം പഠിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ചില മക്കൾ പറയും, എന്റെ മക്കളൊക്കെ ഇന്ന് ഭയങ്കര PG കഴിഞ്ഞു, PhD എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇനി ഡോക്ടറേറ്റ് കൂടെ കിട്ടിയാൽ മതി, എല്ലാം തികഞ്ഞു എന്നാണ് നമ്മുടെ വിചാരം. സ്നേഹമുള്ള അമ്മമാരെ, സഹോദരിമാരെ, അച്ഛന്മാരെ, സഹോദരന്മാരെ, യുവതലമുറയിലെ സഹോദരങ്ങളെ, ഞാൻ പറയും, ഞാൻ കോളേജ് അധ്യാപകനാണ്, ഞാനൊരു ഫാമിലി കൗൺസിലർ എന്നതുകൊണ്ടാണ് ആധികാരികതയോടുകൂടി തന്നെ പറയുന്നത്. കാരണം സമൂഹത്തിന്റെ വിവിധ തുറകളിൽ വിദ്യാസമ്പന്നരെന്ന് വിശേഷിപ്പിക്കുന്ന
വിദ്യാസമ്പന്നരാണെന്ന് അഹങ്കരിക്കുന്ന നിരവധി ആളുകൾ ഇന്ന് മനഃശാന്തി ഇല്ലാതെ തകർന്നുകൊണ്ടിരിക്കുക. ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, നല്ല വീടുണ്ട്, നല്ല കാറുണ്ട്, ഇല്ലാത്ത ഒരു സാധനമുള്ളൂ. എന്താ? മനസമാധാനം എന്ന് പറയുന്ന സാധനം ഇല്ല. ബാക്കി എല്ലാം ഉണ്ട്. പ്രായമുള്ള അമ്മമാര് വീട്ടിലുണ്ട്, AC മുറിയുണ്ട്, നോക്കാൻ വേലക്കാരിയുണ്ട്. പക്ഷേ അമ്മയുടെ കണ്ണ് നിറയുകയാണ് എന്ന് സംസാരിക്കുമ്പോൾ അമ്മ പറയുന്നു, എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, എന്റെ മകനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, എന്റെ മകളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അവന്റെ ആ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിൽ, അവൻ എന്റെ കവിളത്തൊന്ന് ചുംബിച്ചിരുന്നെങ്കിൽ. ഒരച്ഛന്റെ അമ്മയുടെ ആവലാതിയാ. മക്കള് പറയുന്നത് അവർക്ക് എന്താ കുഴപ്പം, അവർക്കെല്ലാം ഇല്ലേ? ഒരച്ഛൻ ആരെയും വെച്ചിട്ടുണ്ട്, ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ട്, വാതുക്കൽ ഒരു വലിയ ഡമണ്ടം കൂടും, ഒരു വലിയ പട്ടി ഉണ്ട്, ഇതിൽ കൂടുതൽ എന്നാ കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്കും? ഇതാണ് ഇന്നത്തെ അവസ്ഥ. ജോലിയും ആ ഡോക്ടറിന്റെ അടുത്ത നല്ല നല്ല മക്കളുള്ള പല കുടുംബങ്ങളുടെ അവസ്ഥ ഇതാണ്. ഇനി ഭാര്യ പത്രം എന്തെടുത്താലോ അത് അതിനേക്കാൾ കഷ്ടമാണ്. ഭാര്യ ഒരു പെൻസിൽ അങ്ങോട്ട്, ഭർത്താവ് ഒരു പെൻസിൽ ഇങ്ങോട്ട്, അടിപൊളിയാ. പക്ഷെ രണ്ടുകൂടെ ഒരു വണ്ടിയെ പോകത്തില്ല, നേരെ നോക്കത്തില്ല, ചിരിക്കത്തില്ല, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കത്തില്ല, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കത്തില്ല. സത്യമാണോ ഞാൻ ഈ പറയുന്നതൊക്കെ? ഒന്ന് ഓർത്തു നോക്കിക്കേ. ഈ ചിരിയുടെ അർത്ഥം അതല്ലേ? ഇനി മോള്, അയ്യോ ഞങ്ങളുടെ മക്കളൊക്കെ മുത്തല്ലേ, പൊന്നല്ലേ, ചക്കരയല്ലേ. പക്ഷേ ഒരു വീട്ടിലോട്ട് ചെന്നാൽ മോൻ തെക്കോട്ട് നോക്കിയിരുന്ന ഫോണെ ചുണ്ണാമ്പ് തേച്ചോണ്ടിരിക്കും, അമ്മ വടക്കോട്ട് തിരിഞ്ഞിരിക്കും, അച്ഛൻ കിഴക്കോട്ട്, മോള് പടിഞ്ഞോട്ട്. 4 ദിക്കിലേക്ക് നോക്കിയിരുന്ന് ചുണ്ണാമ്പ് തേച്ച് കളിച്ചോണ്ടിരിക്കുക ഫോണേല്. ശരിയല്ലേ? മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുവാ. എന്നിട്ടോ അമ്മ പറഞ്ഞു വന്ന് കഴിക്കടാ, അവിടെ വെച്ചേന്, ഞാൻ കഴിച്ചോളാം. അമ്മ പേടിച്ച മക്കളോട് സംസാരിക്കുന്നത്. ശരിയല്ലേ? അമ്മയ്ക്ക് പേടിയാ മക്കളോട് സംസാരിക്കുക. കാരണം എന്താ? ഉറച്ചു കിട്ടിയാൽ അമ്മ ഭാനെ തോന്നുമെന്നാ പറയുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പൊ അമ്മമാര് പറയുന്നു, ഞാൻ ഫാൻ ഇടുന്നില്ല സാറേ. കാര്യം എന്താ? AC അമ്മ തൂങ്ങത്തില്ലല്ലോ, ഫാൻ ഇട്ടാലല്ലേ ആ തൂങ്ങത്തുള്ളൂ. ഇങ്ങനെ വരെ ചിന്തിക്കാൻ തുടങ്ങിയ അമ്മമാര്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ഇതല്ലേ വട്ടുപിടിച്ച സമൂഹം എന്ന് പറയുന്നത്? അപ്പൊ നമുക്ക് ഇന്ന് എല്ലാം ഉണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ വിവരമില്ല എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനമില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേത് ചാകണം അല്ലെങ്കിൽ കൊല്ലണം. ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ കടിച്ചു തിന്നുന്ന, കടിച്ചു കൊല്ലുന്ന മൃഗീയമായ വികാരങ്ങൾ, കടുമകളായ ഒരു സമൂഹം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താ കാര്യം എന്നറിയാമോ? ഭക്തിയും വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താ ഭക്തിയും വിശ്വാസവും നഷ്ടപ്പെട്ടെന്ന കാര്യം? ഇത് പറയുമ്പോൾ ശാന്തിക്കാർക്കൊന്നും പിണക്കം തോന്നരുത്. പണ്ടൊക്കെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് ഒരു കാലം നടന്നു പോകണം. അവിടെ പോയി ആ പോകണമെങ്കിൽ എങ്ങനെ തൊഴണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാം. അവരത് കൃത്യമായി ചെയ്തിട്ട് വരുമ്പോൾ അവർക്ക് മനസ്സിനൊരു ശാന്തി, ഒരു കുളിർമ, ഒരു സമാധാനം. ഇപ്പോഴോ വാട്സാപ്പ് എടുത്ത് തുറന്നു, എന്ത് വഴിപാടാകേണ്ടത് ഗൂഗിൾ പേ ചെയ്തു, പാഴ്സലായിട്ട് സാധനം വീട്ടിലെത്തുക. ഇതിനെയാണോ ഭക്തി എന്ന് പറയുന്നത്? ഒരിക്കലും ഇല്ല, ഒന്നും കിട്ടത്തില്ല, പിണങ്ങിട്ട് കാര്യമില്ല. ഇതല്ല ഭക്തി. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചുമ്മാ കൗൺസിലിംഗ് ക്ലാസ്സിൽ ചെല്ലുമ്പോ ചെറുപ്പക്കാർ കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഉമ്മ കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കും. അവര് മുഖാമുഖം നോക്കിച്ചിരിക്കും. ആർക്ക് ഉമ്മ കൊടുക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോ ചില പിള്ളേരിങ്ങനെ നോക്കും. അപ്പൊ ഞാൻ ചോദിക്കും, അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാറുണ്ടോ? അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നവര് കൈപൊക്കാൻ പറയും, കുറച്ചു പേര് കൈപൊക്കും. അച്ഛനുമ്മ കൊടുക്കുന്നവരുണ്ടോ? അത്രയും കൈ പൊങ്ങത്തില്ല. കാരണം അച്ഛന്മാർക്ക് താടി ഉള്ളതുകൊണ്ടായിരിക്കും പിള്ളേർക്ക് മടി അച്ഛനുമ്മ കൊടുക്കാൻ. കാരണം അച്ഛന്മാർ ഈ ബലം പിടിച്ച് തവള ഇരിക്കുന്ന പോലെ ഇരിക്കുന്നതാണ് പിള്ളേർ പറയുന്നത് കേട്ടോ. അവരങ്ങനെ ഇരിക്കും. അപ്പൊ അത് കാരണം മക്കൾക്ക് പേടിയാന്നാ പറയുന്നത്. അതിന് കാരണക്കാർ അമ്മമാരാ. കാരണം എന്താ? കുഞ്ഞുനാൾ പോലെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. അച്ഛനെഞ്ഞ് വരട്ടെ, വെച്ചിട്ടുണ്ട്, അച്ഛനെഞ്ഞ് വരട്ടെ, വെച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ പിള്ളേർ കൊടുക്കുന്ന അച്ഛൻ ഏതാണ്ട് ഭീകര ജീവിയാണെന്നാ ഇപ്പോഴും ആ ഒരു ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊന്ന് ഓർത്തു നോക്കി, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമൂഹത്തിൽ എങ്ങനെയാണ് ഭക്തിയും വിശ്വാസമൊക്കെ ഉണ്ടാകുന്നത്? പരസ്പരം. അപ്പൊ മക്കള് പറയുന്നത് എന്നാ അറിയാമോ?
സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം. നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ പോകണ്ട, വാട്സാപ്പ് എടുത്ത് അയ്യപ്പനെ കണ്ടു, വാട്സാപ്പിലൂടെ ഗൂഗിൾ പേ ചെയ്തു, മെയിലായിട്ടോ അല്ലെ വേറെ എന്തെങ്കിലും വഴി എന്ത് കിട്ടി? പ്രസാദം കിട്ടി. അവന്റെ വിചാരം ഇതാണ് പ്രസാദം, തിന്നാൻ കിട്ടുന്ന സാധനത്തിനെയാണ് പ്രസാദമായി കണ്ടിരിക്കുന്നത്. ഇത് തന്നെയാ. അപ്പൊ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ഞാൻ എല്ലാവർക്കും ഉമ്മ കൊടുക്കുമെന്നാണ് ഒരു കുട്ടി പറഞ്ഞത്. അമ്മയ്ക്കും ഉമ്മ കൊടുക്കും, അച്ഛനും ഉമ്മ കൊടുക്കും, കൂട്ടുകാർക്കും കൊടുക്കും, കാമുക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. നീ എങ്ങനെയാ പോലെ ഇത്രയും പേർക്ക് ഒരു ദിവസം ഉമ്മ കൊടുക്കുന്നത്? സാറിന് അറിയത്തില്ലേ ടെക്നിക്ക്? ആ മൊബൈൽ ഫോൺ ഞാൻ കാണിച്ചു തരാം. ബ്രോഡ്കാസ്റ്റ് ചെയ്താൽ മതി, ഒരു ഉമ്മ കൊടുത്താൽ 250 പേർക്ക് വരെ പൊക്കോളൂ എന്നാ പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കിയേ, ഇതാ അവസ്ഥ. ഇന്നത്തെ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന പരിപാടികളാ. അപ്പൊ അമ്മയോർക്ക് എന്തൊരു സന്തോഷം, മോനെന്തോ ഉമ്മ കിട്ടുന്നുണ്ട്. പക്ഷേ മക്കളെ, ആ ഉമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ? പ്ലാസ്റ്റിക്കിന്റെ മണവാ. കാരണം ഇത് മണത്ത് നോക്കുമ്പോ എന്റെ മണക്കത്തുള്ളൂ. ഫോൺ മണപ്പിച്ച പ്ലാസ്റ്റിക്കിന്റെ മണമല്ലേ വരുള്ളൂ. സ്വന്തം അമ്മയുടെ വിയർപ്പിന്റെ ഗന്ധം, സ്വന്തം അച്ഛന്റെ വിയർപ്പിന്റെ ഗന്ധം അറിയില്ല. ഇതൊക്കെ അറിയുമ്പോഴേ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിയാൽ മതി. ഹു ആർ യു? നീ ആരാകുന്നു? നിങ്ങൾ ഇന്ന് വിദ്യാസമ്പന്നരായ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ ഇവിടെ വരാതെ മൊബൈൽ ഫോണിൽ ലോകം വിരൽത്തുമ്പിലായി എന്റെ കയ്യിൽ എല്ലാം ഉണ്ടെന്നും പറഞ്ഞ് വീട്ടിലിരിക്കുന്ന മക്കളുണ്ടല്ലോ. ഡോക്ടറോ എഞ്ചിനീയറോ അഡ്വക്കറ്റോ ആരും ആയിക്കോട്ടെ, ചെന്നിട്ട് ചോദിക്കണം, ഹു ആർ യു? അമ്മയ്ക്ക് പോകുന്നവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സത്രത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ചോദിക്കുക, നീ ആരാകുന്നു? അമ്മയ്ക്ക് വട്ടാണോ എന്നായിരിക്കും മോൻ ചോദിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഭർത്താവ് വീട്ടിലാണെങ്കിൽ തിരിച്ചില്ലുമ്പോൾ ചോദിക്കണം, ഹു അറിയോ? അടി കിട്ടരുത്. പോകുന്നവരെ കുഴപ്പമില്ല, തിരിച്ചു വന്നപ്പോൾ അവർക്ക് എന്നെ അറിയത്തില്ലെന്ന് ചോദിക്കും. ചേട്ടന്മാരെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയോട് ചോദിക്കണം, വന്നിട്ടില്ലെങ്കിൽ ഹു ആർ യു? കാലമാണ്, നിങ്ങൾ പോകുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ എന്താണ് ചോദിക്കും. പക്ഷേ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുന്ന വിദ്യയ്ക്ക് പറയുന്ന പേരാണ് ബ്രഹ്മവിദ്യ. നീ ആരാണ് എന്ന് തിരിച്ചറിയുന്ന വിദ്യയാണ് ബ്രഹ്മവിദ്യ. ഞാൻ അത് പറയാൻ കാരണം, ധർമ്മശാസ്ത്രം എന്ന വിഗ്രഹത്തെ തിരിച്ചറിയുമ്പോൾ വേദാന്തത്തിന്റെ പരമസത്തയായ 4 വാക്യങ്ങളുണ്ട്. വേദാന്തങ്ങൾ പഠിക്കുമ്പോൾ 4 പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ നമ്മൾ വന്നെത്തും. 1, അയം ആത്മബ്രഹ്മ. 2, പ്രജ്ഞാനം ബ്രഹ്മ. 3, തത്വം അസി. 4, അഹം ബ്രഹ്മാസി. നിങ്ങൾ ഓർക്കണം, ശബരിമലയ്ക്ക് പോകുവാൻ മാലയിടുന്ന ഒരാൾ, അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കും? സ്വാമി അല്ലേ? അയ്യപ്പനാണ്, അത് സ്വാമിയാണ് അല്ലേ? ആരെ കാണാനാ പോകുന്നത്? അവിടെ ചെല്ലുമ്പോ പോയ ആളും സ്വാമി, കണ്ടതും സ്വാമിയെ. ഞാനും നീയും ഒന്ന് തന്നെ, തത്വം അസി, അത് നീ ആകുന്നു. അവിടെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡുണ്ട്, അതിലും എന്ത് തന്നെയാണ്? തത്വമസി. നമ്മളത് കാണത്തില്ലല്ലോ, കാരണം കണ്ണടച്ച് പ്രാർത്ഥിക്കാനാണല്ലോ നമ്മൾ പോകുന്നത്. നമ്മൾ ആവലാതി പറയാൻ പോകല്ലേ. അവിടെ പോകുന്ന ആളും അവിടെ ഇരിക്കുന്നതും ഒന്നാണ് എന്ന തിരിച്ചറിവ് തത്വം അസി. പിന്നെ വീണ്ടും ഉച്ചോട് അടുക്കുമ്പോഴാണ് അറിയുന്നത്, അഹം ബ്രഹ്മാസി, ഞാൻ ആര് തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്. മോനോട് ഇത് ചോദിക്കുമ്പോ മോനോട് ചോദിക്കാൻ പറയും, എന്തായിരിക്കും പറയാം? അഹം ബ്രഹ്മാസി എന്ന് ബഹുവാറിയും ചോദിച്ചാൽ ഹം ബ്രഹ്മാസി എന്ന് പറയുമോ? അത് പറയണമെങ്കിൽ ഇച്ചിരി പഠിച്ചേ പറ്റൂ. ആ പഠിത്തം നമ്മൾ പഠിച്ചിട്ടില്ല. ബാക്കി എല്ലാം പഠിച്ചു. നീ ആരാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ നമ്മൾ പഠിച്ചില്ല. ആ തത്വത്തെ തിരിച്ചറിയുന്ന വിശേഷണ ഗ്രഹിക്കുവാനുള്ള വിഗ്രഹം അത് ധർമ്മശാസ്ത്ര വിഗ്രഹമാണ്. അവിടെ ഞാനും നീയും ഒന്നാണെന്ന സത്യത്തിൽ നിങ്ങൾ എത്തിച്ചേരണം. അത് എത്തിച്ചേരണമെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുവാൻ ചില തടസ്സങ്ങൾ നമുക്കുണ്ട്. എന്താണെന്നറിയാമോ? ഭൗതികമായ അനുഭൂതികൾ നമ്മളെ ഇങ്ങനെ വലയം ചെയ്തിരിക്കുകയാണ്. ഭ്രമങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ശ്രീനാഥ ഗുരുദേവൻ ആത്മോപദേശത്തിന്റെ തുടക്കത്തിൽ എഴുതി വെച്ച ഒരു വരികളുണ്ട്. കരുവിനു കണ്ണുകൾ 5 ഉള്ളടക്കി എന്ന ഒരു വാക്ക്. ആത്മശ്രദ്ധയാവുന്ന
കഴിവെന്ന ആ സത്യയെ തിരിച്ചറിയണമെങ്കിൽ 5 ഇന്ദ്രിയാനുഭൂതികളെയും അടക്കി പിടിക്കണമെന്ന്. നിങ്ങൾ ഓർക്കുക, ഈ കാണപ്പെടുന്നതൊക്കെ സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളാൽ പ്രകടമാകുന്നതാണ്. പക്ഷേ ആ പ്രകടമാകുന്നത് ഓരോന്നും നശ്വരമാണ്. പ്രകടമായതെല്ലാം നശ്വരമാണ്. ആ പ്രകടമാകുന്ന അനുഭൂതികളിൽ വിരാജിച്ചിരിക്കുന്ന മനുഷ്യൻ ആ അവസ്ഥയിൽ നിന്ന്, ആ മായാവലയത്തിൽ നിന്ന് മോചിതമാകണം. അങ്ങനെയെങ്കിൽ ഭൗതികമായ അനുഭൂതികളിൽ നിന്ന് അവൻ മോചിതനാവണം. രുചിയാകുന്ന അനുഭൂതി, ചിക്കനും പോത്തും മട്ടനും എന്ന് വേണ്ട മൃഗങ്ങൾ ഭക്ഷിക്കുന്ന കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് ഭക്ഷിക്കുകയാണില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, പൂച്ച എലിയെ പിടിക്കാറില്ലേ? പൂച്ച ഇല്ലേ? പൂച്ച എലിയെ പിടിക്കില്ലേ? പൂച്ച എലിയെ പിടിക്കാൻ വേണ്ടി നമ്മൾ എലിപ്പെട്ടി മേടിച്ചു കൊടുത്തിട്ടില്ലേ പൂച്ചയ്ക്ക്? പൂച്ച എങ്ങനെ എലിപ്പെട്ടി വെച്ചാണ് എലിയെ പിടിക്കുന്നത്? അല്ല. ഇനി പൂച്ച എലിയെ പിടിച്ചെന്നിരിക്കട്ടെ, എന്നിട്ട് എന്ത് ചെയ്യും? പൂച്ച വെള്ളത്തിൽ മുക്കി കൊല്ലുമോ? പൂച്ച എന്തായിരുന്നു? തിന്നല്ലേ? അപ്പോ പൂച്ചക്ക് എത്ര പിച്ചാത്തി മേടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടിക്കാൻ? പൂച്ച നിങ്ങൾ മേടിച്ചു കൊടുത്ത പിച്ചാത്തി കൊണ്ട് കണ്ടിച്ചിട്ടാണ് എലിയെ തിന്നുന്നത്? അല്ലല്ലോ. മൃഗങ്ങൾ ഇര പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ പ്രകൃതിദത്തമായി ഉടലെടുത്ത ഈ ശരീരത്ത് ആവശ്യമായ ഭക്ഷണങ്ങളും പ്രകൃതിയിലുണ്ട്. അത് തിന്നാൻ ആവശ്യമായ ആയുധങ്ങളും ശരീരത്തിലുണ്ട്. പൂച്ചയും പട്ടിയും ഒക്കെ ഇരപിടിക്കുന്നത് പിച്ചിയും കാന്തിയും മാറി. അവിടെ പല്ല് കണ്ടോ? കടിച്ച് കീറാൻ പറ്റിയ പല്ലാണല്ലേ? നഖം കണ്ടോ? മാന്താൻ പറ്റിയ നഖമാണ്. ആ മൃഗങ്ങൾ പട്ടി അഴിച്ചു വിട്ട അയൽവക്കക്കാരന്റെ കോഴിയെ കൊണ്ട് വരുന്ന കാണാനല്ലേ? ശരിയല്ലേ? ആ കോഴിയെ കടിച്ച് കീറത്തിനും. ഇത് കാണുമ്പോൾ നമുക്കും ആവേശം, നമ്മളും പോയി കോഴിയെ പിടിച്ചോണ്ട് വരും. പക്ഷേ കടിച്ചു കീറാൻ അറപ്പ്. അപ്പൊ എന്ത് ചെയ്തു? ആ തൊലി എരിഞ്ഞോ പിച്ചാത്തി എടുത്ത് വെട്ടി നുറുക്കി. എന്നിട്ടും തിന്നാൻ ഒരു മടി. കാരണം എന്താ? ഈ ചോരയുടെ നാറ്റം കൊണ്ട് വയ്യല്ലേ? പട്ടി തിന്നത് വറുത്തല്ലേ? പട്ടി തിന്നതല്ലേ? പട്ടി കടയിൽ പോയി നല്ല വെളിച്ചെണ്ണ മേടിച്ചോണ്ട് വറുത്തിട്ടാണോ പട്ടി തിന്നത് കോഴിയെ? പക്ഷെ നമുക്ക് പറ്റുന്നില്ല. ഉടനെ എന്ത് ചെയ്തു? മണം മാറാൻ വേണ്ടി കുറെ മസാല അങ്ങോട്ട് അരച്ച് പുരട്ടി. എന്നിട്ടും പറ്റുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്തു? എണ്ണയ്ക്കകത്തിട്ടൊന്ന് പൊരിച്ചു. എന്തൊരു ഗന്ധാണല്ലേ! തിന്നുമ്പോ എങ്ങനെ തിന്നണമെന്ന് അറിയാമോ? ഗണപതി ആഹാരം കഴിക്കുന്ന പോലെ കഴിക്കണം. സ്നേഹമുള്ളവരെ, ഓരോരോ വിഗ്രഹങ്ങളിൽ നിന്നും വിശേഷേണ നാം ഗ്രഹിച്ചാൽ മനുഷ്യൻ ധർമ്മത്തിന്റെ ഉടമയായി മാറും, ധാർമ്മിക ബോധമുള്ളവരായി മാറും. അതിലെയാണ് മനുഷ്യത്വമെന്ന ബോധമുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഗണപതി ആഹാരം കഴിക്കുന്നവരെ കഴിക്കാൻ പറഞ്ഞ മനസ്സിലായോ? ആനയുടെ തലയിലെ ഗണപതിക്ക് കണ്ടിട്ടുണ്ടോ? തുമ്പിക്കൈ കൊണ്ട് ആദ്യം എന്ത് ചെയ്യും? പോയി മണപ്പിച്ച് നോക്കും, എന്നിട്ടല്ലേ കഴിക്കുന്നത്. നിങ്ങൾ ആഹാരം കഴിക്കാനെടുത്ത് എടുത്തു വെച്ചിരിക്കുന്ന ഭക്ഷണം മുട്ട എടുത്ത് അങ്ങോട്ട് മണപ്പിക്കണം, എന്നിട്ട് കടിക്കണം, വീണ്ടും മണപ്പിക്കണം. നമുക്ക് നോക്കാം തിന്നുപോന്ന്. ആ ചിക്കൻ എടുത്തങ്ങോട്ട് മണപ്പിക്കണം, എന്നിട്ട് കടിക്കണം, വീണ്ടും മണപ്പിക്കണം. നമുക്കൊന്ന് നോക്കാം തിന്നുപോന്ന്. സാത്വിക ആഹാരം നിങ്ങൾ അറിയാതെ അതിലേക്ക് കടന്നു വരും. പക്ഷേ നമ്മളോ മൂക്കും പൊത്തി പിടിച്ചോണ്ടാണ് വേണ്ടി വന്നാൽ കഴിച്ചിട്ട് ചമയോടി ചീഞ്ഞ സാരമില്ല ഇറക്കിക്കോളാനാ പറയുന്നത്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഭക്ഷണം കഴിപ്പ്. അപ്പോ നമ്മൾ ക്ഷേത്രത്തിൽ വന്ന് കൽപ്പിതമായ വചനങ്ങളെ പഠിച്ച് അറിഞ്ഞ് വിശേഷണ ഗ്രഹിച്ച് വെറുതെ പോയാ പോരാ. തന്റെ കർമ്മകാണ്ഡത്തിൽ അത് പ്രാവർത്തികമാക്കണം. ഒരു മനുഷ്യൻ നോമ്പ് കാലത്തിലേക്ക് വ്രതശുദ്ധിയോടുകൂടി കിടക്കുമ്പോൾ ഭൗതികമായ അനുഭൂതികളെ ത്യജിക്കാൻ പഠിക്കലാണ്. വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ആഗ്രഹമുള്ളതിനെ ത്യജിക്കാൻ പഠിക്കലാണ്. ത്യജിക്കാൻ പഠിക്കാൻ ഇച്ചിരി പാടാ. സ്വീകരിക്കാൻ എല്ലാവർക്കും ഇഷ്ടം, പക്ഷെ ത്യജിക്കാൻ പാടാ. സുന്ദര രൂപമുള്ള പുരുഷൻ താടിയൊക്കെ വടിക്കാതെ നരച്ച താടിയായാലും വളർന്നു വരുന്നു അല്ലേ? ആ കല്ലും മുള്ളും താണ്ടുന്ന ഈ പാതയിൽ നമ്മൾ ചെരുപ്പ് എത്രയൊക്കെ തരത്തിലുള്ള ചെരുപ്പിടാമോ ആ ചെരുപ്പ് എല്ലാം ഇടും. സംഭവിക്കുന്നത് എന്താ? ഇവിടെ മൃഗങ്ങൾ, ഏതെങ്കിലും മൃഗങ്ങൾ ഈ പ്രകൃതിയെ വികൃതമാക്കുന്നുണ്ടോ? പ്രകൃതിയെ വികൃതമാക്കുന്നത് ഒരേ മൃഗമേ ഉള്ളൂ. അത് ഏത് മൃഗമാ? മനുഷ്യമൃഗം.
ശരിയാണോ? ഒന്ന് ഓർമ്മ. എന്നിട്ടോ നട്ടുച്ച വെയിലത്ത് പോത്ത് നടക്കും, നട്ടുച്ച വെയിലത്ത് പട്ടി നടക്കും. നട്ടുച്ച വെയിലത്ത് നമുക്ക് നടക്കാൻ പറ്റുമോ? AC ഇരിക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത് അല്ലേ? കാര്യം എന്താ? നിന്റെ തൊലിയുടെ കട്ടി കുറഞ്ഞു, നമ്മൾ വെളുപ്പിച്ചോണ്ടിരിക്കുക അല്ലേ? നമ്മളെന്ത് ചെയ്യുക? വേറെ ആ ക്രീമും തേച്ച് വെളുപ്പിച്ചോണ്ടിരിക്കുക. ഈ സൂര്യകിരണങ്ങളേറ്റ് ശരീരത്തിന് പോഷകാംശങ്ങളെ സ്വീകരിക്കേണ്ടത് നഷ്ടപ്പെടുത്തിയിട്ട് വൈറ്റമിൻ ഡി കഴിക്കുന്നു, കുഞ്ഞിന്റെ മുഖത്ത് വെള്ളപ്പാട്, അതിന് മരുന്ന് കഴിക്കുന്നു. നോക്കി എന്നിട്ട് മരുന്നിന്റെ പുറകെ നടക്കുക. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദിനചര്യകളെ ഉൾപ്പെടുത്തി കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് മരുന്നിന്റെ ആവശ്യമില്ലെന്നേ. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്നേ. ഇവയൊക്കെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ഈ വേദാന്തങ്ങളിൽ നിന്നാ. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? വേദാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇത് നിങ്ങൾക്ക് ലോട്ടറി എടുപ്പിക്കാനുള്ള സാധനമാണെന്നാണോ? അല്ല. ഭൗതികമായ അവസ്ഥാവിശേഷത്തിന്റെ പ്രതീകാത്മകമായ രൂപമാകുന്ന ശരീരത്തിന്റെ പഞ്ചഭൂത തത്വത്തെയും പഠിപ്പിച്ചു തുടങ്ങുന്നത് വേദങ്ങളിൽ നിന്നാണ്. അഗ്നിയും ജലവും വായുവും നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. അതേതാ ഈ ഭൂതം എന്നാ പിള്ളേര് ചിന്തിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് ഒറ്റ ഭൂതമേ അറിയത്തുള്ളൂ. വൈകുന്നേരം പേടിപ്പിക്കും, ഭൂതം വരുമോനെ അകത്ത് കയറിക്കോളാനാ പറയുന്നത്. ആ ഭൂതത്തിനെ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് അറിയത്തുള്ളൂ. നമ്മൾ അറിയേണ്ടത് പഞ്ചഭൂതങ്ങളെ അറിയണം. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. തന്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ആകാശം, വായു അല്ലേ, ജലമുണ്ട്, ഭൂമിയുണ്ട്, അഗ്നിയുണ്ട്. ഇതറിയണ്ടേ? ചൂടില്ലേ ശരീരത്ത്? ചൂട് പോയാൽ തീർന്നില്ലേ? അയ്യോ കിടക്കുന്ന കിടപ്പ് കിടക്കണോ എന്ന് പറയില്ലേ? പഞ്ചഭൂത നിർമ്മിതമായ പ്രകടമായ സ്വരൂപമായ ഈ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭൂതം വിഘടിച്ച ബാക്കി നാലും വിട്ടുപോകുന്നേ. കാറ്റ് പോയാ മതി. അച്ഛന്റെ കാറ്റ് പോയെന്ന് പറയുന്നില്ലേ? വണ്ടിയുടെ കാറ്റ് പോയെന്ന് പറയുന്ന പോലെ അല്ലല്ലോ. അച്ഛന്റെ കാറ്റ് പോയി, ചേട്ടന്റെ കാറ്റ് പോയെന്ന് പോലെ എന്താ? വായു പോയാൽ പിന്നെ ഇല്ലെന്നേ. ജലാംശം നഷ്ടപ്പെട്ടാൽ പിന്നെ ഉണ്ടോ? അപ്പോ ഈ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ആ പഞ്ചഭൂത തത്വത്തെ അറിയുന്നത് വേദത്തിലൂടെയാണ്. വേദം എന്നാൽ അറിവാണ്. ആ വേദത്തിന്റെ നിരവധിയായ തത്വങ്ങളെ വേദത്തെ വികസിപ്പിച്ച വേദവ്യാസരല്ലേ, അതിനകത്താണ് നമ്മളുടെ ഈ പ്രകൃതിയിൽ കാണുന്ന അനന്തമായ ഈ ഭൂപ്രകൃതിയിൽ കാണുന്ന സർവചരാചരങ്ങളുടെയും സവിശേഷമായ ഗുണങ്ങളെ കുറിച്ചും അവയുടെ അവസ്ഥയെ കുറിച്ചും അവയുടെ നിർവൃതിയെ കുറിച്ചും അവരുടെ പരിണാമത്തെ കുറിച്ചും ശേഷമുള്ള അവസ്ഥകളെ കുറിച്ചും വേദവേദാന്തങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വേദോപനിഷത്തുകൾ മനസ്സിലാക്കണം. അഗ്നിയിൽ തത്വമുണ്ട്. അഗ്നി കത്തണമെങ്കിൽ എന്ത് വേണം? വായു വേണം, വേണ്ടേ? ഒരു ചോദ്യമാണ് അവിടെ ഇവരുടെ പഞ്ചഭൂതങ്ങളിൽ ആരാണ് കേവൻ? അപ്പോഴാണ് വായുവില്ലാതെ അഗ്നിക്ക് പറ്റില്ല. വായു എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? അങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ ഇത് പരസ്പരം ആശ്രയമുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അഗ്നി നമ്മൾ പറയും അഗ്നി കേവൻ. കാരണം എന്താ? ബാക്കി എല്ലാം മലിനപ്പെടുന്നു. പക്ഷേ മലീനമായ അവസ്ഥയിൽ നിന്നും പഞ്ചഭൂതത്തിൽ അഗ്നി അവയെല്ലാം ശുദ്ധമാക്കുന്നു. പക്ഷേ മനുഷ്യൻ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരത്ത് ഇടിച്ചാൽ മതി, ബാക്കിയെല്ലാം പോയി. അഞ്ചു ഭൂതങ്ങളെയും ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അപ്പോൾ അത് ഏതോ ഒരു ശക്തിയാണല്ലേ? അഞ്ചു ഭൂതങ്ങളെയും ചേർത്ത് നിർത്തിയിരിക്കുന്ന ആന്തരികമായ ഒരു ശക്തിയുണ്ട്. എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കാം. പരമാത്മാവെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? എന്റെ ജീവനാണ്, എന്റെ ആത്മാവാണ് എന്നൊക്കെ പറയാം. അതിനെ നമ്മൾ പറയുന്ന പേരാണെന്ന്. അത് എന്നിലും നിന്നിലും ഒരേ ശക്തി തന്നെയാണ് നിലകൊള്ളുന്നത്. അത് സാക്ഷാത് ബ്രഹ്മമാണ്. ആ തത്വത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ബ്രഹ്മതത്വത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എന്നെയും നിർമ്മിച്ചിരിക്കുന്നത്, നിന്നെയും നിർമ്മിച്ചിരിക്കുന്നത് ഒരേ തത്വം കൊണ്ടാണ്. അത് പഞ്ചഭൂത തത്വമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വേർപെട്ടാലും മണ്ണ് മണ്ണോട് ചേരും, ജലം ജലത്തോട് ചേരും അല്ലേ? അങ്ങനെ ഓരോന്നും ഓരോന്നിനോട് ലയിക്കും. ശേഷിക്കുന്നത് എന്താണ്?
നിന്നിലും ഉണ്ടായിരുന്ന ഒരു ശക്തി ഉണ്ടല്ലോ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരോട് മോനെ, ഇപ്പൊ ഒരു 1.5 വയസ്സ് 2 വയസ്സുള്ള കുട്ടിയെ പിടിച്ചിട്ട് മോനെ ഉപഗ്രഹം കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? കൊച്ചിനറിയാം എന്താ ഉപഗ്രഹം എന്ന്. കുഞ്ഞിനോട് നമ്മൾ എന്ത് പറയും? അമ്പടി മാമനെ കാണണം, അമ്മ കാണിക്കാൻ കേട്ടോ. എന്നിട്ട് ചോറ് വെച്ച് തരാം. എന്താണിത്? അമ്പിളി അമ്മാവൻ. കുട്ടിക്ക് ഇപ്പൊ അത് അറിഞ്ഞാ മതിയെന്നേ. പക്ഷേ പഠിച്ചു വളരട്ടെ, കുറെ കഴിയുമ്പോൾ അവൻ തിരിച്ചറിയും ഇതെന്താണ്, ഇത് അമ്പിളി അമ്മാവനല്ല, ഇതെന്താണ്, ചന്ദ്രൻ എന്താണെന്ന് തിരിച്ചറിയും. പക്ഷേ ഈ 1.5 വയസ്സുള്ള കുട്ടിയെ കണ്ട് +2 കണക്ക് പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. താടിയെ തട്ടിന്ന് പഠിച്ചു തുടങ്ങണം. എന്താണ് വേദം, എന്താണ് ഉപനിഷത്ത്, എന്താണ് ധർമ്മശാസ്ത്രങ്ങൾ, എന്താണ് പുരാണങ്ങൾ, എന്താണ് ഇതിഹാസങ്ങൾ പഠിപ്പിക്കാറുണ്ടോ? ഇത് പഠിപ്പിക്കാൻ പോയാൽ പറയും ഹിന്ദു വർഗീയവാദിയാന്ന് പറയും. ഇത് കേൾക്കുമ്പോഴാണ് ഞാൻ എല്ലാം വിളിച്ചു പറയുന്നത്. കാരണം വേറെ ആര് പഠിച്ചാലും കുഴപ്പമില്ല, വേദം പഠിച്ചാൽ ഇവിടെ ഏതാണ്ട് വർഗീയവാദമാണെന്നാ പറയുന്നത്. എന്താണ് വേദത്തിന് വർഗീയവാദം ഉണ്ടോ? വേദം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് പറയുന്നത്. കാണാത്ത സിനിമയുടെ കഥ പറയുന്ന പോലെയാണ് ചിലര് വേദത്തെ കുറിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അഗ്നിക്കൊരു തത്വമുണ്ട്, ജലത്തിനൊരു തത്വമുണ്ട്, വായുവിനൊരു തത്വമുണ്ട്, ആകാശത്തിനൊരു തത്വമുണ്ട്. ഇവയെ കുറിച്ചൊക്കെ തിരിച്ചറിയുന്ന അറിവുകളാണിത്. ആയുർവേദം എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടില്ലേ? ജ്യോതിഷത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര അറിവുകൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ വേദത്തെ പകുത്ത് ചതുർവേദങ്ങളുടെ വ്യത്യസ്തങ്ങളായ അറിവുകളെ പ്രദാനം ചെയ്യണം. സ്നേഹമുള്ളവരെ, ഈ അറിവുകൾ സ്വയത്തമാക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യത്വമുള്ളവനായി മാറുന്നത്. മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. ഇവിടെ ഇന്ന് മൃഗീയ വികാരങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെട്ടു പോകുന്നതിന്റെ കാരണം ഇത്തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകാത്തത് കൊണ്ടാണ്. നമ്മൾ ഒരു 2.5 വയസ്സുള്ള കുട്ടിയെ ABCD പഠിപ്പിക്കാനുള്ള വെമ്പലാണ് നമുക്ക്. അയ്യോ, എന്റെ കൊച്ച് ABCD മുഴുവൻ ചൊല്ലും കേട്ടോ, എന്റെ കൊച്ച് ഈ മുഴുവൻ ചൊല്ലും കേട്ടോ. എന്തൊരു ആകാംക്ഷയാ പഠിപ്പിക്കാൻ. അംഗൻവാടി പഠിപ്പിക്കുന്ന ഒരു കുട്ടിയോട് എന്ന് ചോദിച്ചു, എന്താ മോനെ നിന്റെ അച്ഛന്റെ പേര്? പഠിപ്പിച്ചു, ABCD പഠിപ്പിച്ചു, പാട്ട് പഠിപ്പിച്ചു, എല്ലാം പഠിച്ച കുട്ടിയോടാണ് എന്ന് ചോദിച്ചത് നിന്റെ അച്ഛന്റെ പേരെന്താണെന്ന്. കുട്ടി ഇങ്ങനെ മുഖത്തോട് നോക്കിയിട്ട് പറഞ്ഞു കാലമാടൻ എന്നാണ്. നമ്മൾ കണ്ണു തള്ളിപ്പോയി. അടുത്ത ചോദ്യം, പാട്ട് പാടാൻ അറിയാവോ? അറിയാം. ABCD അറിയാവോ? അറിയാം. അമ്മയുടെ പേരെന്താ? മൂദേവി. നിങ്ങളൊന്ന് ഓർക്കുക, ആ കുട്ടിയുടെ സംസ്കാരം എവിടെ പോയി? ABCD അറിയാം, പാട്ട് പാടാൻ അറിയാം, മൊബൈൽ ഫോണിൽ കുത്താൻ അറിയാം, എല്ലാം അറിയാം. സ്വന്തം അമ്മയുടെ പേര് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഈ അറിവ് എവിടുന്നാ കിട്ടിയത്? ടീച്ചർ പഠിപ്പിച്ചതല്ലല്ലോ, കുടുംബത്തിൽ നിന്ന് കിട്ടിയ അറിവാ. സംസ്കാരം എവിടെ തുടങ്ങണം? കുടുംബത്തിൽ തുടങ്ങണം. അവിടെ നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഗൃഹസ്ഥാശ്രമിയായി ജീവിക്കുന്നെങ്കിൽ ആ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന്റെ പടവുകളിൽ ഭാര്യ ഭർത്താവാകുന്നത് മുതൽ ഭാര്യയുടെ ധർമ്മം എന്താണ്, ഭർത്താവിന്റെ ധർമ്മം എന്താണ്, കുട്ടികൾ എങ്ങനെയാണ് ജനിക്കേണ്ടത്, കുട്ടികൾ എങ്ങനെയാണ് വളർത്തേണ്ടത്, അവർക്ക് കൊടുക്കേണ്ട ധാർമ്മികമായ മൂല്യം എന്താണ്, ഇവയൊക്കെ തിരിച്ചറിയണം. ഇങ്ങനെ ആത്മജ്ഞാനത്തിലൂടെ ധാർമ്മികമായ ബോധത്തിലൂടെ നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ, അവർക്ക് അറിവുകൾ സ്വയത്തമാക്കുവാൻ ഉള്ള ഇടമാണ് എവിടം? ക്ഷേത്രങ്ങൾ. സ്നേഹമുള്ളവരെ, നമ്മളുടെ ക്ഷേത്രങ്ങളോട് ചേർന്ന് നമുക്ക് എല്ലാവർക്കും എന്തുണ്ടാവണം? ഇത്തരത്തിലുള്ള ആത്മീയമായ മൂല്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇടങ്ങൾ ഉണ്ടാവണം. ഓരോ എതിർപ്പുകളും അതിലുണ്ടാവേണ്ട ആവശ്യമില്ല. അത് നമ്മൾ കൊടുക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾക്ക് ധാർമ്മികമായ മൂല്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഇല്ലാതെ മനുഷ്യൻ നന്നാവില്ല. മനുഷ്യൻ നന്നാകണമെങ്കിൽ വണ്ണം വെക്കും, ബൂസ്റ്റ് കൊടുത്താൽ വണ്ണം വെക്കും. ആ നന്നാകലല്ല, ധാർമ്മിക ബോധമുള്ള മൂല്യത്തെ അറിയില്ല. അപ്പോൾ അവൻ എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം എന്താണ് അറിയേണ്ടതെന്ന് നമ്മളൊരു തോന്നൽ വരണം. ഇവിടെ അധ്യാപകരുണ്ടാവും. ഞാനൊരു അധ്യാപകനാണ്, ഞാൻ പറയും
അധ്യാപകർ ക്ലാസ് എടുക്കാൻ പോകും BEd കോളേജിലെ. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ എന്തിനാ BEd എടുത്തത്? അപ്പൊ പറയും, നല്ല ചാൻസ് ആണ്. അപ്പൊ ഞാൻ പറയും, നിങ്ങളുടെ ഉദ്ദേശം അധ്യാപനമല്ല. എന്താ? 4 രൂപ കിട്ടുന്ന ജോലി, അതല്ല അധ്യാപനം. ഒരു അധ്യാപകൻ പഠിപ്പിക്കണോ? ഞാൻ പറയും വേണ്ട. പിന്നെ അധ്യാപന ജോലി എന്താ? പഠിപ്പിക്കല്ലാതെ. പഠിപ്പിക്കലല്ല അധ്യാപന ജോലി, മറിച്ച് എന്താണ്? പഠിക്കാനുള്ള മനസ്സാദ്യം ഉണ്ടാക്കണം. വേണ്ടേ? അമ്പലപ്പുഴ പാൽപ്പായസം നല്ലതാണെന്നേ. എന്താ മധുരം, എന്താ നെയ്യ്, ആ മണം വരുമ്പോഴേ എന്തൊരു അനുഭൂതിയാണില്ലേ. ഇത് കേൾക്കുമ്പോ കുഞ്ഞിന്റെ നാക്കെ കൂടെ വെള്ളം ഊറിക്കൊണ്ടിരിക്കുക. അങ്ങനെ അമ്പലപ്പുഴ പാൽപ്പായസം സേവിക്കുവാൻ ആയിരക്കണക്കിന് ലിറ്റർ പാലൊഴിച്ച് തിളപ്പിക്കുന്ന വലിയ ചെമ്പിന്റെ അടുത്ത് പോയി ഇങ്ങനെ നിൽക്കുക. കുഞ്ഞിന് കൊതികൊണ്ട് വയ്യ, ഓടിപ്പോയി കുഞ്ഞ് കൈനീട്ടി. നിങ്ങൾ ഓർക്കണം, മധുരമുള്ള, നെയ്യുള്ള, ഗന്ധമുള്ള, വളരെയധികം രുചിയുള്ള അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ മാധുര്യം അറിയാൻ ഒരു കുട്ടി ഓടിച്ചെന്നോ. കോക്കി എന്ത് ചെയ്തു? ചട്ടവും കൊണ്ട് കോരി കുട്ടിയുടെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തു. നല്ല മധുരമായിരിക്കും ഇല്ലേ? കുട്ടി കാറിക്കൊണ്ട് ഓടി. അമ്പലപ്പുഴ പാൽപ്പായസത്തിന് കുഴപ്പമാണ്? അതിന് മധുരം ഇല്ലാഞ്ഞിട്ടാണോ? കുട്ടി കാറിക്കൊണ്ട് ഓടി. കാര്യം എന്താ? വിളമ്പി കൊടുക്കുന്നവരോട് അറിയണം. ഇതാണ് അധ്യാപകൻ. മനസ്സിലായോ? ഇതാണ് അധ്യാപകൻ. വിളമ്പി കൊടുക്കാൻ പഠിക്കണം. എനിക്ക് വായിച്ചു വെക്കാൻ അറിയുന്നത് കാര്യമില്ല, പാകപ്പെടുത്തി കൊടുക്കാൻ പഠിക്കണമെന്നേ. ഇത് കണ്ടപ്പോ അടുത്ത ഒരു കുട്ടി ഓടി വന്നു. കാരണം കുട്ടിക്ക് മനസ്സിലായി, അമ്പലപ്പുഴ പാൽപ്പായസം മധുരമുള്ള സാധനമല്ല, കൈ കൊള്ളുന്ന സാധനമാണെന്നാണ് ഇനി കുട്ടി പറയാൻ പോകുന്നത് അല്ലേ. ഇത് കണ്ടപ്പോ രണ്ടാമതൊരു കുട്ടി എന്തെന്ന് അറിയാമോ? ഓടിപ്പോയി ഒരു ഇല പറിച്ചോണ്ട് വന്നു. ഇച്ചിരി ബുദ്ധി ഉണ്ടായിരുന്നു കേട്ടോ. ഇല വെച്ച് അങ്ങോട്ട് നീട്ടി പായസം ഒഴിച്ചു കൊടുത്തു. കുട്ടി നോക്കിയപ്പോ ഇല പയ്യ വാടി 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 കയ്യിലോട്ട് ചൂട് വരുന്നു. പെട്ടെന്ന് വായിലോട്ട് അങ്ങോട്ട്. എന്താ? നാക്ക് പൊള്ളി. മധുരം കിട്ടിയോ? രുചി കിട്ടിയോ? പായസത്തിന്റെ കുഴപ്പമാണോ? കൃഷ്ണന്റെ കുഴപ്പമാണോ? അമ്പലപ്പുഴ പോയിട്ട് എന്ത് കിട്ടി? നാക്ക് പൊള്ളി കിട്ടി. ഇതല്ലേ ബുദ്ധി പറയുന്നുള്ളൂ. അപ്പൊ എന്താ പറയുക? ഇതുപോലെയാണ് അറിവുകൾ. ഇന്നിവിടെ ആചാര്യ ശ്രേഷ്ഠന്മാർ ഇവിടെ സത്രം നടത്തുമ്പോ ആ വേദാന്ത സത്യത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? വിവിധ കഥകളിലൂടെയൊക്കെയാണ്. പുരാണ ഇതിഹാസങ്ങൾ അത്തരത്തിലുള്ള കഥകളാണ്. വേദത്തിന്റെ സത്യയെ നമ്മളിലേക്ക് എത്തിക്കുവാൻ വിവിധങ്ങളായ മസാലകൾ ചേർത്താണ് അങ്ങോട്ട് തരുന്നത്. കഥാരൂപേണയാണ് അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. അതാണ് ഞാനും ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? തത്വമസി എന്ന് പറയുന്ന ആ പൊരുൾ, ഞാനും നീയും ഒന്നാണെന്ന് പറയുന്ന പൊരുൾ, നമസ്തേ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ചിന്ത, അത് നമുക്ക് അറിയില്ല ഇതുവരെ ഇല്ലേ. ഒരു ക്രിസ്തീയ സഹോദരൻ പരസ്പരം കാണുമ്പോൾ എന്ത് പറയും? ഈശോ സ്ത്രീയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്ത്രീയായിരിക്കട്ടെ. ഇസ്ലാം സഹോദരൻ കാണുമ്പോഴോ ഇസ്ലാം അലൈക്കും അലൈക്കും ഇസ്ലാം. നമ്മൾ കാണുമ്പോഴോ എന്നാ ഉണ്ടടി വിശേഷം? ഇതല്ലേ നമ്മൾ ചോദിക്കുന്നത്. അവിടെ പരസ്പരം കാണുമ്പോൾ നമസ്തേ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഈ മത സനാതന ധർമ്മ മൂല്യമുള്ള ഈ സംസ്കാരം നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണ് സത്യം. അത് പഠിച്ചു തുടങ്ങിയെങ്കിൽ എന്ത് പറഞ്ഞേ? ഞാനും നീയും ഒന്നാണെന്ന സത്യത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം കാണുന്ന എന്ത് ചെയ്യും? നമസ്തേ എന്ന് പറയും. ഇല്ലെങ്കിൽ എന്നാ ഉണ്ടടാ വിശേഷം എന്നേ ചോദിക്കൂ. മനസ്സിലായോ? അപ്പോ നമ്മൾ ഈ പഠിക്കുന്ന PGയും BEdും MEdും ഒക്കെ അവിടെ നിൽക്കട്ടെ, അത് അതിന്റെ വഴിക്ക് പോകട്ടെ. പ്രൊഫഷണലിസം മാത്രമാണത്. നമുക്ക് വേണ്ടത് ധാർമ്മിക മൂല്യമുള്ള വിദ്യാഭ്യാസമാണ്. അതെവിടെ കിട്ടും? അതിവിടെ കിട്ടൂ, വേറെ എങ്ങും പഠിപ്പിക്കത്തില്ല. നീ അങ്ങനെയുള്ള വിശേഷേണ ഗ്രഹിക്കേണ്ട മനുഷ്യത്വമുള്ള മൂല്യങ്ങളെ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയുമാണ് പഴമക്കാർ നമുക്ക് പകർന്നു നൽകിയത് അല്ലേ. അതായിരുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. നാം ഒരു ദിവസം നോമ്പെടുത്ത് തുടങ്ങുമ്പോൾ കല്ലും മുള്ളും താണ്ടുന്ന ഈ പ്രകൃതിയിലൂടെ നഗ്നപാദമായി നടക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ തിരിച്ചറിയുന്നത്. അത് അറിയുക മാത്രമല്ല, അതിനെ അതിജീവിക്കാൻ തന്റെ പാദത്തെ പ്രാപ്തമാക്കുകയാണ്. മനസ്സിലായോ? 41 ദിവസം കൊണ്ട്
അതിനെ അതിജീവിക്കുവാൻ നാം പ്രാപ്തമാകുന്നു. തന്റെ ത്വക്കിന്റെ അനുഭൂതികളെ എല്ലാം ത്യജിച്ചുകൊണ്ട് ത്വക്കിനെ ഈ പ്രകൃതിയിൽ ഇഴുകിച്ചേരുവാൻ, പ്രകൃതിയോട് ചേർന്ന് ഇണങ്ങിച്ചേരുവാൻ നാം പ്രാപ്തമാക്കുകയാണ്. മത്സ്യമാംസാദികൾ ത്യജിച്ച് നമ്മുടെ ശരീരത്തിന്റെ വൈകാരികമായ തലങ്ങളെ നിയന്ത്രിക്കുകയാണ്. കാരണം ഒരു മനുഷ്യൻ കഴിക്കുന്ന ആഹാരം 41 ദിവസം കൊണ്ട് ജീവകോശമായി മാറും. 41 ദിവസം കൊണ്ട് ജീവകോശമായി മാറും. നിങ്ങൾ ഓർക്കുക, ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുമ്പോൾ പോലും 41 ദിവസത്തെ വ്രതം വേണമെന്ന് പറയാൻ കാരണം ഈ കുഞ്ഞ് മനുഷ്യത്വമുള്ള കുഞ്ഞായി മാറണം. അവിടെ കഴിക്കുന്ന ആഹാരം അത്തരത്തിൽ ഭീകാണ്ഡകോശമായി മാറുവാൻ 41 ദിവസമെടുക്കും. വ്രതത്തിന്റെ പ്രാധാന്യം അറിയണം. കുളിർമയെയും ചൂടിനെയും അതിജീവിക്കുവാൻ ത്വക്കിനെ പ്രാപ്തമാക്കുന്നു. വിഭിന്നമായ രുചിഭേദങ്ങളിൽ നിന്ന് മോചിതമാകുവാൻ നാക്കിനെ പ്രാപ്തമാക്കുന്നു. വ്യത്യസ്തങ്ങളായ കേൾവികൾ കൊണ്ട് ഭ്രമിച്ചു നിൽക്കുന്ന നമ്മുടെ ചെവി, ആ ചെവിയുടെ കേൾവികളെ ശരണമന്ത്രങ്ങളാൽ ഇല്ലേ നല്ലത് വരുത്തുക നമുക്ക് നിലവയ്യ, നല്ല വരിയങ്ങളുടേ അല്ലലകലേണമതിനായികൊള്ളുന്നേ. ഇങ്ങനെ ചൊല്ലാറുണ്ട്, നല്ലത് വരുത്തണേ ഭഗവാനെ ഇല്ലേ. അപ്പൊ ഇതൊക്കെ ചൊല്ലാറുണ്ട്. അപ്പൊ നമ്മള് നല്ലത് നല്ലത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? ചിലര് വൈകുന്നേരം ഇരുന്ന് നാമം ജപിക്കുന്ന കേൾക്കാം. കരളിൽ വേഗം കൂടാതെ കണ്ട് അരനിമിഷം കളയരുതാരും. അടുത്ത വരി എന്താ? മരണം വരുവിനി എന്നു നിലച്ചുക മരുക സതതം നാരായണ ജയ. അർത്ഥം അറിയത്തില്ല, ഇതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവസാനം എന്താ ചെല്ലുന്നത്? ബഹുജന്മാർജിത കർമ്മശേഷം തിരുമുൽ കാഴ്ച നിനക്ക് വെച്ച് ജനി മരണങ്ങൾ എനിക്കിനി വേണ്ട. എനിക്ക് ജനനവും വേണ്ട, മരണവും വേണ്ട. എനിക്കെന്താ? പരമമായ മോക്ഷം കിട്ടണമെന്ന് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് അവസാനം പറയും ദീർഘായുസ് തന്നെ ദൈവം എന്ന് പറഞ്ഞിട്ടാവുന്നത്. ശരിയല്ലേ? ജനി മരണങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ദീർഘായുസ് വരണം കൊണ്ട് പോരാനേ നമുക്കറിയോ. മരണം ഏത് നിമിഷവും കടന്നു വരും. അതുകൊണ്ട് അരനിമിഷം പോലും കളയരുതെന്ന് ചൊല്ലിയിട്ട് അടുത്ത മാസം ആലോചിക്കാം. എന്താ? അരനിമിഷത്തിനകം മരണം വരുന്നത് അടുത്ത മാസം ആലോചിക്കാമെന്നാ പറയുന്നത്. സ്പർദ്ധകൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക, ദുർചിന്തകൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക, പരസ്പര വിദ്വേഷങ്ങൾ വെച്ചു പുലർത്തുക. എന്നിട്ടോ അയ്യോ ചേച്ചി പോയല്ലോ, എന്റെ ചേട്ടാ, എന്നാലും എന്റെ ചേട്ടൻ പോയല്ലോ, ഇന്നലെ വരെ വഴക്ക് പിടിച്ചോണ്ടിരിക്കുക. ചിന്തിച്ചേ, അമ്മായിയമ്മയെ മരുമകളുടെ ബഹളവാ, ഭയങ്കര ബഹളവാ. കഞ്ഞി കൊടുക്കത്തിന് വെള്ളം കൊടുക്കില്ല. എന്നിട്ടോ ചത്ത് കഴിയുമ്പോൾ വീരചക്രം കൊടുക്കുക അമ്മയ്ക്ക്. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു സ്നേഹമാണെന്നറിയാവോ? ചത്ത് കഴിയുമ്പോൾ വീരചക്രം കൊടുക്കണ്ട, ജീവിച്ചിരിക്കുമ്പോ അല്പം സ്നേഹം പകർന്നു നൽക്. മക്കളെ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന അമ്മമാരുടെ വീട്ടിൽ, മക്കളെ അടുത്ത് കാണുവാൻ ആഗ്രഹിക്കുന്ന അച്ഛന്മാരുടെ വീട്ടിൽ, മക്കളുടെ വാക്കുകൾ കൊണ്ടോ നോക്കുകൊണ്ടോ ഒരു സ്പർശം കൊണ്ടോ സ്നേഹം ആഗ്രഹിക്കുന്ന വൃദ്ധരുണ്ട് വീട്ടിൽ. അവരെ നിങ്ങൾ കാണുന്നുണ്ടോ? അവരെ നിങ്ങൾ അറിയുന്നുണ്ടോ? ഭാഗവത കഥകൾ കേട്ടിട്ട്, പുരാണേതിഹാസങ്ങൾ കേട്ടിട്ട്, വേദാന്തങ്ങൾ കേട്ടിട്ട് എന്താണ് നിങ്ങൾ പഠിച്ചത്? ഈശ്വരനെ പൂജിക്കുവാൻ ഇവിടെ വന്ന് കാഴ്ചകൾ കണ്ട് പഠിച്ചെങ്കിൽ സാക്ഷാൽ ഈശ്വരനാരാണെന്ന് തിരിച്ചറിയണം. ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്നു. ഞാൻ ബ്രഹ്മമാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ എങ്ങനെ സംരക്ഷിക്കണം? ചില കുട്ടികളോട് ചോദിക്കും ആരോടാ കൂടുതൽ സ്നേഹമെന്ന്. ചില അച്ഛനമ്മമാരോട് കൊച്ചിനെ പിടിച്ച് നടുക്കൊണ്ടിരുത്തും. എന്നിട്ട് ചോദിക്കും അച്ഛനോടാണോ അമ്മയോടാണോ കൂടുതൽ സ്നേഹം? കൊച്ചിന് വട്ടാ. കാരണം എന്താ? അമ്മയാണെന്ന് പറഞ്ഞാൽ അച്ഛൻ പിണങ്ങും, അച്ഛനാണെന്ന് പറഞ്ഞാൽ അമ്മ പിണങ്ങും. അവസാനം കൊച്ചു പറയും രണ്ടുപേരോടും ഇഷ്ടമാ. പിണക്കമാണെങ്കിലും എന്ത് ചെയ്തില്ല, പറയില്ല. പക്ഷെ നിങ്ങൾ ഓർത്തു നോക്കിയേ, ഇങ്ങനെയുള്ള ഭേദ ചിന്താഗതികൾ നമ്മൾ തന്നെ മനസ്സിൽ ഇട്ടുകൊടുക്കുകയാണേ. ഒരു വിഗ്രഹം കാണാൻ നിങ്ങൾ പോയി, അത് കണ്ടത് അർദ്ധനാരീശ്വരി വിഗ്രഹമാണ്. പകുതി ശിവനും പകുതി പാർവതിയും ഇരിക്കുന്ന വിഗ്രഹം.
ഇവിടെ ധർമ്മശാസ്താവിനെ കണ്ടു, അവിടെ അർദ്ധനാരീശ്വരനെ കണ്ടു. അർദ്ധനാരീശ്വരനെ കണ്ടാലും കണ്ണടച്ച് തൊഴുതിട്ട് പോരുക ചെയ്യുന്നത് അരുത്. അത് കാണുമ്പോൾ തിരിച്ചറിയണം, അത് തത്വം അസി, അത് നീയാകുന്നു. അതെങ്ങനെ ഞാനാകുന്നത്? ഞാൻ സ്ത്രീയാണല്ലോ, പിന്നെ എങ്ങനെ പകുതിയാണോ പകുതി പെണ്ണുമാകുന്നത്? അപ്പൊ ആൺകുട്ടി പറയുക, അയ്യോ അത് പുരുഷനല്ലേ, ഞാൻ പുരുഷനാണ്, അത് പകുതിയാണും പെണ്ണുമല്ലേ. എടാ മണ്ട, നീ പഠിച്ച വിദ്യാഭ്യാസമാണോ ഇത്? നീ തന്നെ പഠിച്ചിട്ടില്ലേ? 23 ക്രോമസോം അച്ഛൻ്റെതും 23 ക്രോമസോം അമ്മയുടെതും ചേർത്താണ് നിന്നെ സൃഷ്ടിച്ചതെന്ന്. പകുതി അച്ഛനാണ്, പകുതി അമ്മയാണ്. ഈ അർദ്ധനാരീശ്വരി വിഗ്രഹം കണ്ട് നിനക്കിത് പഠിക്കാൻ മേലെ. നമ്മുടെ അമ്മയൊന്നും ബയോളജി ക്ലാസ്സിൽ പോയിട്ടില്ലല്ലോ, അത് കാരണം ക്രോമസോമിന്റെ കണക്കൊന്നും അവർക്കറിയില്ല. അവര് കണ്ടതെന്താ? ആചാര്യന്മാർ നമ്മൾക്ക് വരച്ച് കാട്ടിത്തന്ന അർദ്ധനാരീശ്വര വിഗ്രഹത്തെ കണ്ടപ്പോൾ തിരിച്ചറിയണം, തത്വം അസി, അത് നീ തന്നെയാകുന്നു. നിന്റെ പ്രതീകാത്മകമായ രൂപമാണ് മകനെയായിരിക്കുന്നത്. നിന്റെ പാതി അച്ഛനാണ്, പാതി അമ്മയാണ്. എങ്കിൽ വീട്ടിലിരിക്കുന്നതാരാ? അച്ഛനെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ? അച്ഛനെ അമ്മയെ ബഹുമാനിക്കുന്നുണ്ടോ? അച്ഛനെ അമ്മയെ നമിക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കുക. തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കല്ല പോകേണ്ടത്, തെറ്റുകൾ തിരുത്തണം. മനസ്സിന് ശാന്തി ഉണ്ടാകണമെങ്കിൽ, മനസ്സിന് സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ തെറ്റുകൾ തിരുത്തണം. നമ്മളെല്ലാം അറിഞ്ഞവരാണ് എന്ന അഹന്തയെ മാറ്റണം. എന്നിട്ടോ അറിയുവാനുള്ള ഒരു ഒരുക്കം ഉണ്ടാവണം. പാൽപായസം ചൂടോടെ പയ്യിൽ പകർന്നു കൊടുക്കരുത്. അവ പാകപ്പെടുത്തി തണുപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകണം. കൊച്ചുകുട്ടികളിൽ ഇത്തരത്തിൽ അറിവിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകണം. അവനാര്, അവന്റെ അച്ഛനാര്, അവന്റെ അമ്മയാര്, അവന്റെ സഹോദരങ്ങൾ എന്ത്, ഇത് തിരിച്ചറിയണം. ഇങ്ങനെ തിരിച്ചറിഞ്ഞാൽ നമ്മളിൽ എന്തുണ്ടാകും? മനുഷ്യത്വം ഉണ്ടാകും. സ്നേഹമുള്ള മാതാപിതാക്കളെ ഞാൻ പറയുന്നു, ഞാൻ പഠിപ്പിക്കുന്ന കോളേജുകളിൽ അവിടെ ഇരിക്കുന്ന കുമാരന്മാരാണ് ഏറ്റവും കൂടുതൽ. ഇന്ന് നിങ്ങൾ പറയുന്നത് പോലെ എന്റെ പൊന്ന് സാറേ, ഒരു മോനെ ഉള്ളു സാറേ, എന്നാ ചെയ്യാനാ? അവൻ ലഹരിക്ക് അടിമയായി പോയി സാറേ, അവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല സാറേ, മോളുണ്ട് സാറേ, 18 തികഞ്ഞതേയുള്ളൂ സാറേ, അവള് ചാടിപ്പോയി സാറേ. ഇങ്ങനെയൊക്കെ പറയുന്നവരും ഉണ്ടെന്നേ. എന്താ കാര്യം? മാതാവിനെയും പിതാവിനെയും സംസ്കാരത്തെയും തിരിച്ചറിയാത്ത സംസ്കാര ശൂന്യമായ ഗൃഹാന്തരീക്ഷമാണ് നമ്മളിലുള്ളത്. ആ കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുന്നില്ല. നിങ്ങൾ എത്ര വലിയ PhD എടുത്താലും ഞാൻ പറയും, നിങ്ങളുടെ മാർക്ക് 100ൽ 25. ഒരു മനുഷ്യന്റെ വ്യക്തിത്വബോധത്തെ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും പ്രതികൂലമായ അവസ്ഥകളെയും അറിഞ്ഞ് പഠിച്ച് അതിൽ നിന്ന് മോചിക്കുവാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ 75ആയി. ബാക്കി 25% അതാണ് മനുഷ്യൻ ഉണ്ടാവേണ്ടത്. മനനം ചെയ്യണം. അറിഞ്ഞ അറിവുകൾ വെച്ച് അവൻ മനനം ചെയ്യണം, ചിന്തിക്കണം. ക്രിയേറ്റിവിറ്റി എന്ന് പറയും. അല്ലാതെ കുറെ പഠിച്ചത് കൊണ്ടായില്ല. പഠിച്ചത് ചിന്തിച്ച് തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ മക്കളെ പഠിപ്പിക്കണം. സ്നേഹമുള്ളവരെ, സമൂഹം നന്നാകാൻ അതേയുള്ള മാർഗം. നമ്മൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത്. നിങ്ങൾ വൈകുന്നേരം വന്ന് പാഴ്സലായിട്ട് പൂജ എഴുതി പ്രസാദം മേടിച്ചാൽ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യം കിട്ടുമായിരുന്നോ? ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? കേട്ടവരൊക്കെ ഒന്നുമില്ല. അച്ഛനെ അമ്മയെ കുറിച്ചൊന്നും ചിന്തിച്ചില്ലേ? ധർമ്മശാസ്ത്രാവ് തത്വം അസി, നാം എന്താണ്, നീ ആരാണെന്ന് തിരിച്ചറിയുന്ന ബ്രഹ്മതത്വത്തെ തിരിച്ചറിയുവാനുള്ള ബോധത്തെ നിങ്ങൾക്ക് പകർന്നു നൽകുന്ന വിശേഷണമുള്ള വിഗ്രഹമാണ് അതെന്ന് നിങ്ങൾ തിരിച്ചറിയില്ലേ? എങ്കിൽ അവയെ കുറിച്ചൊന്ന് പഠിക്കണ്ടേ? ശബരിമലയ്ക്ക് പോകുന്നു എങ്കിൽ അവിടെ പ്രതീകാത്മകമായി വെച്ചിരിക്കുന്ന 18 പടികൾ എന്താണെന്ന് തിരിച്ചറിയണ്ടേ? അയ്യപ്പന്റെ വിഗ്രഹമുണ്ടെങ്കിൽ ആ വിഗ്രഹത്തിൽ ഇരിക്കുന്ന ഓരോരോ ഘടകങ്ങളും എന്താണെന്ന് തിരിച്ചറിയണ്ടേ? ഇത് നമുക്ക് ആവശ്യമാണെന്നേ. ഇതറിയണം. ഇതറിയുമ്പോഴാണ് തിരിച്ചറിവുണ്ടാകുന്നത്. സത്വബോധവും തത്വബോധവും മനുഷ്യനുണ്ടാവണം. നീ ആരാണെന്ന് തിരിച്ചറിവുണ്ടാവണം. ഈശ്വരൻ എന്താണെന്ന് തിരിച്ചറിവുണ്ടാവണം. ഈശ്വരൻ എന്നാൽ നിയന്ത്രിക്കുന്നവനാണ്. അവിടെ മനുഷ്യൻ മനുഷ്യത്വമുള്ളവരായി മാറണമെങ്കിൽ കൃപയും അതോടൊപ്പം കരുണയും ദൈവമൊക്കെ ഉള്ളവരാണെങ്കിൽ മനുഷ്യരിൽ ഇത്തരത്തിലുള്ള നന്മയുള്ള അറിവുകളെ നിറയ്ക്കണം. സ്നേഹമുള്ളവരെ,
ക്ഷേത്രത്തിൽ വരുമ്പോൾ കാണുവാൻ ദൈവമുണ്ടാവും, കേൾക്കുവാൻ ചെവിക്ക് നാദമുണ്ടാവും, മൂക്കിന് ഗന്ധമുണ്ടാവും, നാവിന് നിവേദ്യമുണ്ടാവും, ത്വക്കിന് ലേപനമുണ്ടാവും. 5 ഇന്ദ്രിയ അനുഭൂതികളെയും നിയന്ത്രിക്കുവാൻ, 5 ഇന്ദ്രിയങ്ങളെയും പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിന്റെ അവസ്ഥകളെ ആകൃഷ്ടമാക്കുവാൻ ഈ ധർമ്മതത്വം ക്ഷേത്രവിധിയിലുള്ളതാണ്. കാണുവാൻ ദീപവും, കേൾക്കുവാൻ നാദവും, മണക്കുവാൻ ഗന്ധവും, രുചിക്കുവാൻ നിവേദ്യവും, ത്വക്കിന് ലേപനവും. ഇതല്ലേ കണ്ടത്? അങ്ങനെ 5 ഇന്ദ്രിയാനുഭൂതികളെയും അടക്കി ഇന്ദ്രിയ വിജയം നേടുമ്പോഴാണ് നീ ആര് എന്ന് തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവിനുള്ള മാർഗത്തിന്റെ തുടക്കമാണ് ഭക്തിമാർഗം. അനന്തസാഗരമാകുന്ന, ആഴിയാകുന്ന ആ സമുദ്രത്തിന്റെ അഗാധത എന്ന് പറയുന്നത് ഈശ്വരനാണ്. ഈ പ്രപഞ്ച സത്യമാണ്, സത്യത്തിന്റെ പൊരുളാണ്. നമ്മൾ പറയാറുണ്ട്, നീ സത്യം, ജ്ഞാനം, ആനന്ദം. ആനന്ദം ഉണ്ടോ മനസ്സിൽ? അപ്പൊ പിന്നെ ആനന്ദം ഇല്ലാതെ ഈശ്വരൻ ഇരിക്കുവോ? ആനന്ദം ഉണ്ടാകണം, എന്ത് വേണം? അറിവുണ്ടാകണം. അറിവുണ്ടായാലേ പരമാർത്ഥത്തെ, സത്യത്തെ തിരിച്ചറിയൂ. നിത്യസത്യത്തെ തിരിച്ചറിയുമ്പോഴേ അന്ധമായ വിശ്വാസത്തെ തുടച്ചു നീക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ അന്ധമായ വിശ്വാസങ്ങളിൽ ഭ്രമമുണ്ടാകും. അവിടെയാണ് നമ്മൾ പറയുന്നത് ചിത്തഭ്രമമാണെന്ന് പറയില്ലേ, മനോരോഗമാണെന്ന് പറയില്ലേ. ഇതുണ്ടാവാൻ പാടില്ല, ഇതുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവാതെ മനുഷ്യ സ്നേഹികളായി നമ്മൾ മാറണം. മാതാപിതാക്കളെ, ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം നോക്കിയിരുന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കാൻ. വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോഴേ, ഭാര്യ നാളെ വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോഴേ, സീരിയൽ കഴിഞ്ഞ് അവിടെ പ്രാർത്ഥിക്കാൻ നമുക്ക് നേരമില്ലേ? അരുത്. ഒരുമിച്ചിരുന്നൊരു പ്രാർത്ഥനയുണ്ടേ. ഭാര്യ പരമശിവൻ പാർവതിയെ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചു, പാർവതി പരമശിവനെ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചു. പരസ്പരം നോക്കി ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് നോക്കുമെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് ചേട്ടാ ഇനി വന്നേ ചേട്ടാ, എന്നിട്ട് ചേട്ടനെ പിടിച്ചിരുത്തിയിട്ട് ചേട്ടന്റെ മുന്നിലേക്ക് തൊഴുതു പിടിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ചേട്ടൻ ചേച്ചിയെ തൊഴുതുകൊണ്ടെന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ഇത് കാണുമ്പോൾ മക്കൾ ആശ്ചര്യപ്പെട്ടു നോക്കും, ഇതെന്റെ അച്ഛനും അമ്മയും കൂടെ തൊഴുതു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ഒന്നും പറഞ്ഞു കൊടുക്കണ്ടല്ലേ. കുറച്ച് കഴിയുമ്പോൾ മക്കളും എന്ത് ചെയ്യും? നിങ്ങളെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കും. എന്ത് രസമായിരിക്കും. എന്നിട്ടോ ഭാര്യ ഭർത്താവിനെ കയറി വിളിക്കണം, സ്വാമി. വൈകിട്ട് എന്ന് ദേവാന്നൊക്കെ ഒന്ന് വിളിച്ചു നോക്കി. വൈകിട്ട് ചേട്ടൻ ചെന്നിട്ട് ഭാര്യയെ കയറി ദേവി ഇച്ചിരി കഞ്ഞി വളർത്താനൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. ഇത്ര രസമായിരിക്കും ആ വീടില്ലേ. അപ്പോ നമുക്കൊന്ന് ആരോഗ്യം നോക്കുമ്പോഴല്ലേ ചിരി വരുന്നില്ലേ? ചിരിക്കണം, ആയുസ് കൂടും. ഇതെന്നാ ചെയ്യുന്നത്? ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ ഭാര്യ കരഞ്ഞു കാണിക്കും. ഭാര്യയുടെ ആയുസ് പോയിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? കരഞ്ഞ ആയുസ് കുറയും, ചിരിച്ചാൽ ആയുസ് കൂടും. അപ്പൊ ഇനി മുതൽ ഭർത്താക്കന്മാര് വഴക്ക് പറഞ്ഞ ഭാര്യമാർ എന്ത് ചെയ്തേക്കണം? ചിരിച്ചു കാണിച്ചേക്കണം കേട്ടോ. ഭാര്യ എന്തെങ്കിലും പറഞ്ഞ ഭർത്താവ് എന്ത് ചെയ്തേക്കണം? ചിരിച്ച് കാണിച്ചേക്കണം. ആയുസ് കൂടും, രണ്ടുപേർക്കും ആയുസ് കൂടും, വഴക്കം തീരും. പക്ഷെ അകന്ന് തന്നെ ചിരിക്കാവോ? അല്ലെ കളിയാക്കി ചിരിച്ചാന്ന് പറഞ്ഞ് അടിച്ചാൽ എന്നെ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ. അപ്പം ആദ്യം കണ്ണാടി നോക്കി ചിരിച്ചു നോക്കണം, ഏത് ചിരിയാണ് നല്ലത്, എന്റെ മോഡലെന്ന് നോക്കണം. ഇങ്ങനെ കണ്ണാടി നോക്കി ചിരിച്ചു പഠിച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കലർമ്പോൾ ചിരിക്കുക. സ്നേഹമുള്ളവരെ, സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയാ പറഞ്ഞത്. മനസ്സിന്റെ ശാന്തി, സന്തോഷമല്ലേ, ആനന്ദം ഉണ്ടാവണ്ടേ. നമ്മുടെ സമാധാനമൊക്കെ അതാണ്. നമ്മൾ എപ്പോഴും ആവലാതി പറഞ്ഞ് നമ്മുടെ ക്ഷേത്രം മുന്നിൽ വന്ന് നിറകണ്ണുകളോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈശ്വര എനിക്ക് നന്മ വരുത്തണേ എന്നത് കണ്ണുനീരൊഴുക്കല്ലേ. നിങ്ങൾ ഓർമ്മയെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിൽ ആനന്ദം ഇല്ല. ആ ആനന്ദ സാഗരത്തിലേക്ക് നമ്മൾ പോകണം, അതിനാറാടണം. സ്നേഹമുള്ളവരെ, അതിനായി ക്ഷേത്രത്തിലെത്തുമ്പോൾ ഭക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ദ്രിയാനുഭൂതികളെ ആകൃഷ്ടമാക്കുന്ന രീതിയിലാണ് തൊഴേണ്ടത്, പ്രദക്ഷിണം ചെയ്യേണ്ടത്, പ്രസാദം സേവിക്കേണ്ടത്. അനുഭൂതികൾക്കുള്ളതാണത്. എന്നിട്ടോ ഈ അനുഭൂതികളെ അടക്കി പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് തരുന്ന ഈശ്വരന്റെ പ്രസാദം എന്താണ്? അത് അറിവാണ്. ഈ സത്രത്തിൽ എത്തിച്ചേരുന്നവർ അവിടെ ആചാര്യ ശ്രേഷ്ഠന്മാർ ഉച്ചരിക്കുന്ന വചനങ്ങളെ കേട്ടുകൊണ്ട് അതിലെ ധാർമ്മിക മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നതെല്ലാം
അനന്തസാഗരമാകുന്ന ജലമാകുന്ന കണങ്ങളാണ് ഓരോന്നും എന്ന് തിരിച്ചറിയുമ്പോൾ വ്യത്യസ്തതയില്ലാതെ ഞാനും നീയും ഒന്നാണെന്ന സത്യത്തിന്റെ പൊരുളിലേക്ക് നിങ്ങൾ വരും. ദൈവദശകത്തിൽ ശ്രീനാഥ ഗുരുദേവൻ പറഞ്ഞു, അവസാന വരി ആഴമേറും നിന്മകസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. അവിടെ ഞാനും നീയും ഒന്നായിത്തീരുകയാണ്. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതെ ഇങ്ങ് ഇവിടെ ഞങ്ങളെ അങ്ങും ഇങ്ങുമെന്നാ തുടങ്ങുന്നത് കേട്ടോ. ദ്വൈതഭാവത്തിൽ തുടങ്ങി അദ്വൈതത്തിൽ അവസാനിപ്പിക്കുന്ന അദ്വൈത ദർശനം ഇവിടെയാണ്. ഈ അദ്വൈതമാണ് എന്ത്? തത്വം അസി. ഒരു മനുഷ്യനെ അഹംബോധത്തിൽ നിന്ന് ഞാനെന്നും എനിക്കെന്നും എന്റേതെന്നുമുള്ള ആ ബോധത്തിൽ നിന്ന് നാമെന്നും നമുക്കെന്നും നമ്മുടേതെന്നുമുള്ള ആ ബോധത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്ത്? തത്വം അസി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും ആ ഒരു തലത്തിലേക്ക് എത്തുവാൻ ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നിൽ അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇവിടെ നമ്മുടെ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കാനൊക്കെ തയ്യാറായി നിൽപ്പുണ്ട്. അപ്പൊ എല്ലാവരും ആകാംക്ഷാഭരിതരായി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ആ കുരുന്നുകൾ അധിക സമയമായി ഒരുങ്ങിനെ എത്തിക്കാതിറങ്ങിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്തു എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളോടൊന്ന് ചോദിക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ എന്തു ചെയ്തു എന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വയം നിങ്ങളോട് ചോദിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ അർത്ഥം കൊണ്ടോ സഹായം ചെയ്യുമ്പോഴാണ് നമ്മൾ മനുഷ്യത്വമുള്ളവരായി മാറുന്നത്. അത്തരത്തിൽ മനുഷ്യ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് മനുഷ്യൻ വേറിട്ട ചിന്താഗതിയിൽ നിന്ന് അദ്വൈത ഭാവത്തിലേക്ക് എത്തിച്ചേരുവാൻ ശ്രീധർമ്മശാസ്താവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധർമ്മശാസ്താവിനെ അനുഷ്ഠിക്കുമ്പോൾ ഈ ഒരു ചിന്താഗതിയാണ് മനസ്സിലുണ്ടാവേണ്ടത്. ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഞാനെന്ന സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനും നീയും വ്യത്യസ്തമല്ല എന്ന ആ ബോധത്തിൽ ഉറച്ചു നിൽക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും സഹകരിക്കുവാനും ജീവിതത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ കെട്ടിപ്പടുക്കുവാനും സമൂഹത്തിന്റെ ഇന്നത്തെ അരിഷിതാവസ്ഥയിൽ നിന്ന് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാനും നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്കോ പ്രിയരായ ആത്മസഹോദരങ്ങൾക്കോ എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.